എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ ശുശ്രൂഷയ്ക്ക് ക്ഷണിച്ച ചുമതലപ്പെട്ടവർക്ക് ഒരിക്കൽ കൂടി നന്ദി ചൊല്ലുന്നു. എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രി ദൈവവചനത്തിൽ നിന്ന് അല്പസമയങ്ങൾ നമുക്ക് ചിന്തിക്കാം. അതിന് അടിസ്ഥാനമായിട്ട് വായിച്ചത് സംഖ്യാപുസ്തകം 23-ാം അധ്യായത്തിൻ്റെ 23-ാമത്തെ വാക്യത്തിൻ്റെ പ്രാരംഭ ഭാഗമാണ് വായിച്ചത്. ഒരിക്കൽ കൂടി വായിച്ച് സഹായിച്ചാട്ടെ. ആഭിചാരം യാക്കോബിന് പറ്റുകയില്ല. മൈക്ക് ഈ പരുവത്തിൽ നിൽക്കട്ടെ. ഇനി ഒന്നും ചെയ്യരുത്. ഒന്നുകൂടെ വായിച്ചു. ആഭിചാരം യാക്കോബിന് പറ്റുകയില്ല. നമ്മുടെ കരവും ശബ്ദവും ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താം. ഒരിക്കൽ കൂടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഒരു ചുമന്നവൻ നിധി മുകളേറി വിധിച്ചു കൈകാലയതിന്മേ കുടിച്ചു ചുമന്നവൻ നിധി മുകളേറി വിധിച്ചു കൈകാലയതിന്മേ കരിക്കിനും പാടികൾ പറപ്പതിനായി അതു സ്മരിക്കുകയും കരിക്കിനും പാടികൾ പറപ്പതിനായി അതു സ്മരിക്കുകയും ദൈവകരുണയിൽ ധനമാഹാത്മ്യം ദൈവകരുണയിൽ ധനമാഹാത്മ്യം ദേവസോദൻ പശുചാരി ദേവസോദൻ പശുചാരി നരനായി അവതരിച്ചതു വരുന്നയോ. ദേവസോദൻ പശുചാരി നരനായി അവതരിച്ചതു വരുന്നയോ. ഭുവനമൊന്നാകെ ചമച്ചവനോരു ചെറുപാവനവും ലഭിച്ചതിരുന്നു. ഭുവനമൊന്നാകെ ചമച്ചവനോരു ചെറുപാവനവും ലഭിച്ചതിരുന്നു. ദൈവകരുണയിൽ ധനമാഹാത്മ്യം ദൈവകരുണയിൽ ധനമാഹാത്മ്യം മനവതി അനുഗ്രഹപാരം അനുദിനം അനവധി അനുഗ്രഹപാരം അനുഭവിച്ചൊരു ജനമവനു അനുദിന മനവതി അനുഗ്രഹപാരം അനുഭവിച്ചൊരു ജനമവനു കനിവൊരു കണ്ണീരെയും എന്നിലെ നൽകിയ കരുമരം ചുമപ്പതു കാണി കനിവൊരു കണ്ണീരെയും എന്നിലെ
നമ്മുടെ കരമുയർത്തി ഒരിക്കൽ കൂടി ദൈവത്തെ മഹത്വപ്പെടുത്താം. ഈ നല്ല രാത്രി സമയത്തിനായിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. കർത്താവിൻ്റെ ദാസന്മാർക്കും കൂടപ്പെട്ടിരിക്കുന്ന ദൈവമക്കൾക്കും വിശേഷിച്ച് ഗാന ശുശ്രൂഷ ചെയ്യുന്ന പ്രിയപ്പെട്ട ഒരു കർത്താവിൻ്റെ ദാസി ബഹുമാനപ്പെട്ട ശോശാമ്മ അവർകൾ, എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി നന്ദി. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രി അല്പസമയങ്ങളിൽ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് നമുക്ക് ശാന്തമായിട്ട് ചിന്തിക്കാൻ കഴിഞ്ഞ 2 രാത്രിയിലും കർത്താവിൻ്റെ ശ്രേഷ്ഠദാസന്മാർ കൂടി വിലപ്പെട്ട ആലോചന ദൈവം കേൾപ്പിച്ചു. എനിക്ക് ഒരാഴ്ചയായി കഫത്തിൻ്റെ ശല്യവും ബുദ്ധിമുട്ടും ഉള്ളതുകൊണ്ട് യാത്രയൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ പ്രയാസമുണ്ട്. അതുകൊണ്ട് സാധാരണ ശുശ്രൂഷിക്കുന്ന നിലയിൽ ശ്വാസം എടുത്ത് ശുശ്രൂഷിക്കാൻ സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. എങ്കിലും ദൈവകൃപയിൽ ശരണപ്പെട്ട് ഇന്ന് രാത്രി ശാന്തമായിട്ട് അല്പസമയങ്ങൾ ദൈവത്തിൻ്റെ വചനം നമുക്ക് ധ്യാനിക്കാം. അതിനെ അടിസ്ഥാനമായിട്ട് ഇന്ന് രാത്രി വായിച്ചത് വേദപുസ്തകത്തിലെ സംഖ്യാപുസ്തകം 23-ാം അധ്യായത്തിൻ്റെ 23-ാമത്തെ തിരുവെടുത്ത്. വളരെ പരിചിതമായ തിരുവെടുത്താണ്. ഒന്നുകൂടെ വായിക്കാം. ആഭിചാരം യാക്കോബിന് പറ്റുകയില്ല. ആഭിചാരം യാക്കോബിന് പറ്റുകയില്ല. മതി. അതിൻ്റെ കാരണമാണ് ഇന്ന് രാത്രി നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. ഈ വിശുദ്ധ തിരുവെടുത്ത് സത്യവേദ പുസ്തകം 66 പുസ്തകങ്ങൾ അടങ്ങുന്ന ഈ പുസ്തകം സത്യവേദ പുസ്തകം. ഈ ഒരു പുസ്തകത്തിന് ഈ പേരുള്ളെന്ന് ഓർക്കണം. മറ്റൊത്തിരി പുസ്തകമുണ്ട്, പക്ഷേ ഈ പേരുള്ള പുസ്തകം ഇതേ ഉള്ളൂ. ഈ പുസ്തകം എടുക്കേണ്ടതുപോലെ എടുക്കുന്നവർക്ക് നല്ല പേരാണ്. അപ്പോൾ 66 പുസ്തകങ്ങൾ അടങ്ങുന്ന ഈ സത്യവേദ പുസ്തകം, അതിലാദ്യത്തെ 5 പുസ്തകം മോശയുടെ പഞ്ചഗ്രന്ഥങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. ഉൽപ്പത്തി പുസ്തകം, പുറപ്പാട് പുസ്തകം, ലേവ്യ പുസ്തകം, സംഖ്യാപുസ്തകം, ആവർത്തന പുസ്തകം. അതിലെ ഉൽപ്പത്തി പുസ്തകം നമുക്കറിയാം 50 അധ്യായങ്ങളുണ്ട്. പുറപ്പാട് പുസ്തകം 40 അധ്യായങ്ങളാണ്. ലേവ്യ പുസ്തകം 27 അധ്യായങ്ങളുണ്ട്. സംഖ്യാപുസ്തകം 36 അധ്യായങ്ങൾ. ആവർത്തന പുസ്തകം 34 അധ്യായങ്ങൾ. അപ്പോൾ ഈ പുസ്തകത്തിന് ഒരു വിശേഷത, 40 എഴുത്തുകാര് ഏതാണ്ട് 1600 കൊല്ലങ്ങൾ കൊണ്ട് ലോകത്തിന്റെ വിവിധ ഇടങ്ങളിലിരുന്ന് എഴുതിയതായി പുസ്തകം. അല്ലാതെ ഒരാൾ തന്നെ തച്ചിരുന്ന് എഴുതിയതല്ല. അങ്ങനെ എഴുതിയ ധാരാളം പുസ്തകമുണ്ട്. അയാൾ തന്നെ ഇരുന്ന് എഴുതി. അതിൻ്റെ അപാകതയല്ല പുസ്തകത്തിൽ ഉണ്ട്. പുള്ളിക്ക് തോന്നിയ കാര്യമെല്ലാം കൂടെ പുള്ളി എഴുതി വെച്ചു. എന്നാൽ ഈ പുസ്തകം ഒരാൾ മാത്രം എഴുതിയതല്ല. ഇത് ഏതാണ്ട് 40 എഴുത്തുകാര് പല സ്ഥലങ്ങളിൽ ഇരുന്ന ഈ പുസ്തകം എഴുതിയത്. ഏതാണ്ട് 1600 കൊല്ലങ്ങൾ കൊണ്ട്. പക്ഷെ ഇത് വായിച്ചാൽ ഒരാൾ എഴുതിയത് പോലെ നമുക്ക് തോന്നും. കാരണം ഈ 40 എഴുത്തുകാരിലും വ്യാപരിച്ചത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. അതുകൊണ്ടാണ് ഇത് ഒത്തു വന്നത്. ഈ എഴുത്തുകാരിൽ പലരും തമ്മിൽ കണ്ടിട്ടില്ല. തന്നെയല്ല, ഇവര് പല നൂറ്റാണ്ടുകളിൽ ജീവിച്ചിരുന്നവരാണ്. ഇവര് നേരിട്ട് കണ്ടിട്ടില്ല പലരും. അതുപോലെ പല വിഭാഗത്തിൽപ്പെട്ടവരെ കൊണ്ടായി പുസ്തകം ദൈവം എഴുതിപ്പിച്ചിരിക്കുന്നത്. പല വിഭാഗത്തിൽപ്പെട്ടവർ. ഇതിനകത്ത് രാജാക്കന്മാരെ കൊണ്ട് ഈ പുസ്തകം, ഇതിൽ ചില പുസ്തകം എഴുതിപ്പിച്ചിട്ടുണ്ട്. പ്രവാചകന്മാരും ചില പുസ്തകം എഴുതിയിട്ടുണ്ട്. ഇടയന്മാര് ആ ജോലി ചെയ്യുന്നവരെ കൊണ്ടും പുസ്തകം എഴുതിപ്പിച്ചു. മീൻ പിടിക്കുന്ന സാധാരണക്കാരെ കൊണ്ടും ഈ പുസ്തകം എഴുതിപ്പിച്ചു.
അപ്പോത്തിഗിരി അങ്ങനെയുള്ളവരെ കൊണ്ടും ഈ പുസ്തകം എഴുതിപ്പിച്ചു. ഇങ്ങനെ ജീവിതത്തിന്റെ വിവിധ വശങ്ങളിൽപ്പെട്ടവരെ കൊണ്ട് ദൈവം ഈ പുസ്തകം എഴുതിപ്പിച്ചു. അതാണ് ഈ പുസ്തകത്തിന്റെ ഒരു വിശേഷത. അങ്ങനെ 66 പുസ്തകങ്ങൾ അടങ്ങിയ ഈ പുസ്തകം. ഇതിലെ ആദ്യത്തെ പുസ്തകമാണ് ഉൽപ്പത്തി പുസ്തകം. പേര് കേൾക്കുമ്പോൾ ഉൽപ്പത്തി എന്തുവാ? ഉൽപ്പത്തി. അങ്ങനെ ഈ പുസ്തകത്തിന് പേര് വരാൻ കാരണം അതിനകത്തൊരു വാക്യമുണ്ട് 2-ാം അധ്യായത്തിൽ ഇങ്ങനെ ഉൽപ്പത്തി വിവരം. അങ്ങനെ അത് വായിച്ചേ, കണ്ടോ? 2-ാം അധ്യായത്തിൽ ഉൽപ്പത്തി വിവരം, ആകാശത്തെ ഭൂമിയൊക്കെ സൃഷ്ടിച്ച നാളിൽ അതിനെ പറ്റിയുള്ള ഉൽപ്പത്തി വിവരം. അങ്ങനെ ആകാശവും ഭൂമിയോ അവയിലുള്ള ചരാചരങ്ങളൊക്കെയും തികഞ്ഞു. അതാണ് ഉൽപ്പത്തി വിവരം. അങ്ങനൊരു പദമുണ്ട്, നോക്കുമായിരിക്കും. താൻ ചെയ്ത പ്രവൃത്തിയൊക്കെയും ദൈവം നിവർത്തിച്ച ശേഷം താൻ ചെയ്ത സകല പ്രവൃത്തിയിൽ നിന്നും 7-ാം ദിവസം നിവൃത്തനായി. യഹോവയായ ദൈവം ഭൂമിയും ആകാശവും സൃഷ്ടിച്ച നാളിൽ ആകാശവും ഭൂമിയും സൃഷ്ടിച്ചതിന്റെ ഉൽപ്പത്തി വിവരം. ആകാശവും ഭൂമിയും സൃഷ്ടിച്ചതിന്റെ ഉൽപ്പത്തി വിവരം. അതുകൊണ്ടാണ് ഇതിന് ഉൽപ്പത്തി എന്ന് കൊടുത്തേക്കുന്നത്, ഉൽപ്പത്തി വിവരം. ഞാനിങ്ങനെ പറയുന്നത്, ഈ പുസ്തകം വായിച്ചാൽ വിവരം ഉണ്ടാകും. എൻ്റെ ഭാഷ വിവരദോഷികള് ഭാരപ്പെടുവൊന്നും വേണ്ട, ഈ പുസ്തകം വായിച്ചാൽ മതി. ഇതുപോലെ വിവരം വെപ്പിക്കുന്ന ഒരു പുസ്തകം വേറെ ഇല്ല. എനിക്ക് ചിലരെയൊക്കെ അറിയാം, പേരൊന്നും ഞാൻ പറയുന്നില്ല. അവരുടെ സാഹചര്യങ്ങൾ കൊണ്ട്, വീട്ടിലെ ചുറ്റുപാടുകൾ കൊണ്ട്, അന്നത്തെ അന്തരീക്ഷം കൊണ്ട് ചിലക്ക് വിദ്യാഭ്യാസം ചെയ്യാൻ സാധിച്ചില്ല. ഞാൻ ഒരാളോട് ചോദിച്ചു, അദ്ദേഹം നന്നായിട്ട് ദൈവവചനം പ്രസംഗിക്കും, ഡീപ്പായിട്ട് പറയും. ഇപ്പോഴത്തെ വലിയ വലിയ തിയോളജിയന്മാരൊക്കെ മാറി നിൽക്കും. അതുപോലെ ദൈവവചനം, വചനം. ഞാൻ ചോദിച്ചു, അച്ചായന് എന്തോ പഠിത്തമുണ്ട്? എൻ്റെ ഏടാ, ഞാൻ 1-ാം ക്ലാസ് തികച്ചില്ലെന്ന് പറഞ്ഞു. ഇവിടെ ഡിഗ്രി എല്ലാം കഴിഞ്ഞ് VTH, BD, MDU, MTH റിസർച്ചും കഴിഞ്ഞ പുള്ളി, പല ആൾക്കാരും പുള്ളിയുടെ വെട്ടത്ത് നിൽക്കുകയല്ല, വചന ശുശ്രൂഷയും. വളരെ പണ്ഡിത ശിരോമണികളെന്ന് അവകാശപ്പെടുന്നവരെല്ലാം ഇങ്ങനെ ആകാംക്ഷാപരതരായിട്ട് അതിശയിച്ചായിരിക്കുന്ന പുള്ളി വചനം ശുശ്രൂഷിക്കുമ്പോൾ വിവരം ഉണ്ടാക്കുന്ന പുസ്തകമാണ്. എന്തിനാ ദൂരോട്ട് പോകുന്നത്? എന്നെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. എനിക്ക് വിവരമില്ലെന്നാ എല്ലാവരും പറയുന്നേ, എനിക്ക്. എന്നാലും ഇച്ചിരിയിലും വിവരം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഈ പുസ്തകം വായിച്ചതുകൊണ്ട്, ഈ പുസ്തകം എടുത്തത് കൊണ്ട്. ഒരു കാലത്ത് കേരളക്കരയിൽ വലിയ ശുശ്രൂഷകൾ ചെയ്ത് ഇളക്കി മറിച്ച ആളാ പാട്ട് പാടുന്ന കർത്തദാസിയുടെ പിതാവ് ആശാരി ഉപദേശി. ഡിഗ്രി ഒന്നുമില്ലായിരുന്നു. ഡിഗ്രിക്കാരെല്ലാം നോക്കി നിൽക്കുമ്പം ആത്മാവിൻ്റെ ശക്തികൾ ശുശ്രൂഷിക്കുന്ന, ഞാനത് പറയേണ്ട കാര്യമില്ല, നിങ്ങൾ അനുഭവിച്ചിട്ടുള്ളവരാണ്. വിവരമുണ്ടാക്കുന്ന പുസ്തകമാണ്. പള്ളിക്കൂടത്തിൻ്റെ തിണ്ണെ പോലും പോകാത്തൊരമ്മ, ഒരാള് സഹായത്തിന് വന്നപ്പോൾ അമ്മ അന്യഭാഷ പറഞ്ഞത് ഇംഗ്ലീഷിലാണ്. വന്ന പുള്ളിക്ക് അത് പിടികിട്ടി. പുള്ളിയുടെ ജീവിതാനുഭവങ്ങളാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അമ്മയ്ക്ക് ഇംഗ്ലീഷ് അറിയാൻ മേല. അന്നാലും ചില വട്ടന്മാർ പറയുക അന്യഭാഷയല്ല നിന്നെന്ന്. എന്നാ ചെയ്യാന്, നമുക്ക് പ്രാർത്ഥിക്കല്ലാതെ. അമ്മ പള്ളിക്കൂടത്തിൽ പോയിട്ടില്ല, പക്ഷെ പറയുന്ന മുഴുവൻ ഇംഗ്ലീഷായിരുന്നു, അന്യഭാഷ. ആത്മാവിലങ്ങോട്ട് പറഞ്ഞു. അപ്പൊ അദ്ദേഹം വെളിരാജ്യത്തിൽ നിന്ന് വന്നതാണ്. ഇരുന്നവർക്ക് പലർക്കും അറിയത്തില്ല. അമ്മ ഇംഗ്ലീഷിലാണ് പറഞ്ഞതെല്ലാം പുള്ളിയുടെ ജീവിതത്തിന്റെ ഓരോ കാര്യങ്ങളാണ്. അയാൾ കരഞ്ഞ് നിലവിളിച്ച് ദൈവത്തോട് അടുത്ത് ഏറ്റു പറഞ്ഞ് വിവരമുണ്ടാക്കുന്ന പുസ്തകം. ഈ പുസ്തകം വായിക്കേണ്ടതുപോലെ വായിച്ചവർക്കെല്ലാം വിവരമുണ്ട്. അപ്പോൾ വിവരം വെപ്പിക്കുന്ന പുസ്തകമായി പുസ്തകം.
സെക്കുലർ പഠിത്തം വേണ്ടെന്നല്ല ഞാനീ പറഞ്ഞു. കുഞ്ഞുങ്ങളൊക്കെ ഇനി അത് വേണ്ട, നാളെ മുതൽ പള്ളിക്കൂടത്തിൽ പോകുന്നില്ലെന്ന് പറഞ്ഞിട്ട് നന്നായിട്ട് പഠിച്ചോണം. ഉൽപ്പത്തി വിവരം, സകലത്തിന്റെയും വിവരമുണ്ട് ഈ പുസ്തകത്തിനകത്ത്. 50 അധ്യായം. അവിടെ ഞാൻ വിവരിക്കുന്നില്ല. 1-ാമത്തെ അധ്യായം സൃഷ്ടിവൃത്തത്തെ പറ്റിയാണ്. ദൈവം കാണുന്നതിനെ എല്ലാം സൃഷ്ടിച്ച് ഒറ്റ അധ്യായത്തിൽ ഒതുക്കി. വിശേഷിച്ച് ഉൽപ്പത്തി പുസ്തകത്തിൽ പ്രധാനമായിട്ട് ഒരു 5-8 പേരുടെ കാര്യമാണ്. ആദ്യത്തെ 11 അധ്യായം പഠിക്കുമ്പോൾ പ്രധാനമായിട്ടൊരു 4 പേര്, ആദാമും ഹാബേലും ഹാനോക്കും നോഹയും, ഒരു 4 പേര്. വേറെ ആൾക്കാരുണ്ടെങ്കിൽ പ്രധാനമായിട്ട് ആദാം, ഹബേല്, ഹാനോക്ക്, നോഹ. ആ 11 അധ്യായത്തിൽ ഈ പ്രധാനമായിട്ട് 4 പേരുടെ ചരിത്രം. ഇനി 12 മുതൽ 50-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പിന്നെ ഒരു 4 പേരുടെ ചരിത്രം. അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ്, യോസെഫ്. എൻ്റെ ഭാഷ പറഞ്ഞ പ്രധാനമായിട്ട് 50 അധ്യായത്തിൽ 8 പേരുടെ ചരിത്രമാണ്. ഈ ലോക ചരിത്രം എല്ലാം കൂടെ എഴുതിയത് ഒറ്റ അധ്യായത്തില, ഉൽപ്പത്തി പുസ്തകം 1. ഈ കാണുന്ന അണ്ടകടാകം മുഴുവൻ നക്ഷത്രങ്ങൾ കോടിക്കണക്കിനാ, അതെല്ലാം വാരി വെതറി കിട്ടിയിരിക്കുക. അതിനെല്ലാം ദൈവം പേര് വിട്ടിട്ടുണ്ട്. നമ്മൾ പിന്നെ കുറച്ച് നക്ഷത്രത്തിന്റെ പേര് അറിയാവൂ. അത് മാസിയെ കിട്ടുമ്പോഴാണെങ്കിലും നമ്മൾ ഉടനെ പണ്ട് നോക്കുമായിരുന്നു, നമുക്ക് ഗുണം വല്ലതും വരുമോന്ന്. ഈ ആഴ്ച ഒന്നും അറിയാൻ മേല. നമുക്ക് ഈ ആഴ്ച ഗുണം വല്ലതും വരുമോ? നമുക്ക് ഗുണം വരുന്നത് ഉയരത്തിൽ നിന്നാണ്. യഹോവ നിന്നെ സിയോനിൽ നിന്ന് അല്ല, നക്ഷത്രത്തെ കൂടെ അല്ല അനുഗ്രഹിക്കുന്നത്. അപ്പൊ എന്തായാലും ധാരാളം നക്ഷത്രങ്ങൾ, കോടിക്കണക്കിന്. ഞാൻ ഒരു ഹൈന്ദവ പശ്ചാത്തലത്തിൽ നിന്നായി രക്ഷിക്കപ്പെട്ടു വന്നേ. അപ്പം പണ്ട് നാമം ജപിക്കുമ്പോൾ ഇങ്ങനെ ഒരു പ്രയോഗമുണ്ട്, നക്ഷത്രപന്തികളും ഇന്ദു പ്രകാശവും. അത് പിടിച്ച് ഒപ്പിക്കരുതേ. ഈ നമ്മുടെ ആളാണ് ഇത്. ഇപ്പൊ ഈ നാശപ്പള്ളികൾ ഒത്തിരി ഉള്ളതുകൊണ്ട് ഇച്ചിരി കട്ട് ചെയ്തിട്ട് കാശുണ്ടാക്കാനുള്ള നല്ല മാർഗമാണ്. ആൾക്കാർ ഈ വെറുതെ ഇരുന്ന് കാശുണ്ടാക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അപ്പോൾ അവർ പ്രസംഗം മൊത്തം ഇടുകയെന്നേ കുഴപ്പമില്ല. മൊത്തം അല്ലിടുന്നവർ അവരുടെ കാര്യത്തിന് വേണ്ടി ഇച്ചിരി കട്ട് ചെയ്തിട്ട് ഒരു തലക്കെട്ട് ഒക്കെ കൊടുക്കും. മനുഷ്യൻ പെട്ടെന്ന് ആകർഷിക്കാം. അപ്പം പെട്ടെന്ന് ഇത് ആൾക്കാർ പെട്ടെന്ന് കണ്ട് വെറുതെ വീട്ടിലിരുന്നാൽ മതി. കാശ് അക്കൗണ്ടിനകത്ത് അതിന് ചിലർ പറയും ഞങ്ങൾ ഫ്രീ ആയിട്ട് ചെയ്തു തരാമെന്ന് പറയും. നമ്മുടെ ആൾക്കാർ 10 രൂപ ലാഭം കിട്ടുകയെന്ന് നാട്ടെ ഓർവിട്ട് തന്നെ ഫ്രീ ആയിട്ട് തരും. പുള്ളി പണ്ടൊരാൾ പറഞ്ഞിട്ടാ നിന്റെ അത്ത മണ്ണ് തിന്നണമെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ അത്ത അങ്ങനെ മണ്ണ് തിന്നുകയല്ല. ഇല്ല, അത്ത മണ്ണ് തിന്നുന്നുണ്ടെങ്കിൽ അതിനകത്ത് ചക്രം കാണുമെന്ന് പറഞ്ഞു. അതായത് ഉമ്മാന്ന് എൻ്റെ അത്ത മനസ്സിലാകുന്നില്ല. ദൈവത്തെ ഓർത്ത് നാശമൊന്നും ഒപ്പിച്ച് വെക്കരുത്. എന്നാൽ അത് ചൊല്ലുന്നില്ല, വിഷമമാണ്. അപ്പൊ ശ്രദ്ധിക്കുക, ഇന്ന് പലതും പറയുന്നില്ല. കാരണം ഞാൻ ഒത്തിരി ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കാറുണ്ട്. ഞാനിപ്പം പറഞ്ഞ് വീഡിയോ ഒന്നും എടുക്കുകയോ വേണ്ടാന്നങ്ങ് പറഞ്ഞിരിക്കുക. റെക്കോർഡ് ചെയ്ത് വെച്ച് പിന്നെ ഇടാനാ. റെക്കോർഡ് ചെയ്ത് രാത്രി ഇന്ന് കാണുക. അതുകൊണ്ട് ഇന്ന് എല്ലാം അങ്ങ് വെട്ടി കുറയ്ക്കുക. ഇച്ചിരി മതി. ഞാനിത് ഈയിടെ നമ്മളെ ഒരു പ്രസംഗം ഈ കാണുന്ന അണ്ടകടാകം, ഈ ബ്രഹ്മാണ്ട ഗോഡുരാണ്ടം, ഈ ഭൂചരകേചര വസ്തുക്കൾ
ഈ കാണുന്ന എല്ലാം ദൈവം സൃഷ്ടിച്ചതിനെ പറ്റി ഒറ്റ അധ്യായത്തിൽ ഒതുക്കി. 31-ാം അധ്യായത്തിൽ ഏതാണ്ട് 35,000-ൽ പരം വരുന്ന ജീവികൾ, പിന്നെ കോടിക്കണക്കിന് നക്ഷത്രം, ഈ ഭൂചര കേചര വസ്തുക്കൾ, വൃക്ഷലതാദികളും പക്ഷിമൃഗാദികളും എല്ലാം, ഇതെല്ലാം കൊണ്ട് ദൈവം ഈ സൃഷ്ടി, അതിന്റെ എല്ലാ സൃഷ്ടിപ്പിനെ പറ്റി പറയാൻ ഒറ്റ അധ്യായം, ചരിത്രം ഒറ്റ അധ്യായം, ഒരധ്യായത്തിൽ ഇത് മുഴുവൻ ഒതുക്കി. എന്നാൽ നിങ്ങൾ വേറെ പുസ്തകം പഠിക്കുന്ന നിങ്ങൾക്ക് അറിയാം, ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം മുതൽ 50-ാം അധ്യായം വരെ ഏതാണ്ട് 38 അധ്യായത്തിൽ ഒരു കുടുംബത്തിന്റെ ചരിത്രം. ഈ കാണുന്ന സകലത്തിന്റെ ചരിത്രം ഒരധ്യായത്തിൽ ഒതുക്കിയപ്പോൾ ഒരു കുടുംബത്തിന്റെ ചരിത്രം, അബ്രഹാം, ആ ചരിത്രം പറയുവാൻ ആ കുടുംബത്തിൽ 4 വ്യക്തികൾ, അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ്, യോസേഫ്, 38 അധ്യായം എടുത്തു. അതിനകത്ത് പാഠം ഇതിന് ഒരു കുടുംബത്തിന്റെ ചരിത്രം പറയാം 38 അധ്യായം എടുത്തത്. ദൈവത്തിന് ലോക ചരിത്രത്തെക്കാൾ ഇഷ്ടമുള്ളത് തന്നെ ആരാധിക്കുന്നവന്റെ ചരിത്രം, തന്നെ സേവിക്കുന്നവരുടെ ചരിത്രം. അത് നമുക്ക് മുമ്പോട്ട് പോകാം. അങ്ങനെ ഉൽപ്പത്തി പുസ്തകം 50 അധ്യായമാണ്. 50 അധ്യായത്തിലെ ഒടുവിലത്തെ 2 അധ്യായം 2 പേരുടെ മരണമാണ്. ഒന്ന് യാക്കോബിന്റെ മരണവും 2 യോസഫിന്റെ മരണം. യാക്കോബിന്റെ 2 മരണവും നല്ല മരണമാണ്. സകല മനുഷ്യന്റെ അവസാനം ഇങ്ങനെ, നമ്മുടെ ഇരിപ്പും സംസാരവും പോക്കും ഭാവവും കണ്ടാൽ മരിക്കുകയല്ലെന്ന പണ്ടൊരു പാട്ടുണ്ടായിരുന്നു, മരിക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല. എഴുതിയ പുള്ളി മരിച്ചു, പാടിയവര് മരിച്ചു. ഇപ്പോഴും കുറെ പേര് പാടുന്നുണ്ട്, തൂച്ച നീ ജാകുമെന്നുള്ളതാ. മരിക്കാൻ മനസ്സില്ലെന്നാ മരിക്കാൻ ഞങ്ങൾക്ക്. മോനെ ആ പാട്ട് കേട്ടിട്ടുണ്ടോ? അറിയാമോ പാട്ട്? അല്ല അറിയാമോ? എനിക്കറിയത്തില്ല, അതുകൊണ്ടാ ചോദിച്ചത്. മരിക്കാൻ അങ്ങനെ കണ്ടല്ലേ? നമുക്കറിയാവുന്നേ. നമുക്ക് ഇതിനകത്ത് പാട്ട് തന്നെ കിട്ടാറില്ല. പിന്നെ അപ്പൊ ഈ മരിക്കാൻ മനസ്സില്ല എന്ന് പറഞ്ഞ് എഴുതിയ ആളും മരിച്ചു, പാടിയവരും മരിച്ചു. കാരണം മരണം നിശ്ചയം. ഈ പുസ്തകം പഠിപ്പിക്കുന്നത് ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവതിയും ദൈവം നിയമിച്ചിരിക്കുന്നതാണ്. സ്തോത്രം. നമ്മള് ഒരു ശീലം പാടാമോ? നമ്മുടെ പിച്ച് പാടിക്കോ, എടുത്ത് പാടി. ഇങ്ങോട്ട് വന്നപ്പോൾ ഷൂപ്പാസ് പറഞ്ഞ അസ്ഥിക്കൊക്കെ തേയ്മാനം വന്ന് ഇരുന്നോണ്ട് പാടിയാൽ മതി നിന്ന് എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു മുട്ടാരിൽ നിന്നല്ലല്ലോ പാടുന്നത്, അപ്പൊ ശ്രദ്ധിക്കുക, എല്ലാവരും ഈ ലോകം വിട്ട് കടന്നു പോകണം. ഞാൻ മരണവീടുകളിലൊക്കെ പറയും നമ്മുടെ ഇരിപ്പം ഭാവം കണ്ടാൽ പോകുകയെന്ന് ഓർത്തുള്ള രീതിയിലാണ്. പക്ഷെ ഞാൻ വന്നപ്പോൾ നോക്കി പലതും പരുവക്കേടായി. ഞാനിവിടെ നിന്ന് വന്ന് സൂക്ഷിച്ചൊന്ന് നോക്കി, ആരൊക്കെയാന്ന് ഞാൻ പറയുന്നില്ല. നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി പരുവക്കേടി വന്നിരിക്കുക. എന്തായാലും വന്നിരിക്കുന്നല്ലോ. നിങ്ങളെ
ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിന്റെ 1 വായിച്ചേ. ആദിയിൽ ദൈവം അങ്ങനെ ആദിയിൽ ദൈവം എന്ന് പറഞ്ഞാൽ ഈ പുസ്തകം ആരംഭിക്കുന്നത് ദൈവത്തില. ഇനി 50-ാം അധ്യായത്തിന്റെ ഒടുവിലത്തെ വാക്യം വായിച്ചേ, അവസാനിപ്പിക്കുന്നേ. യോസേഫ് 130 വയസ്സുള്ളവൻ. എത്ര വയസ്സാ? 110. ഒന്നുകൂടെ വായിച്ചു. യോസേഫ് 110 വയസ്സുള്ളവനായി മരിച്ചു. അവർ അവന് സുഗന്ധവർഗമിട്ട് അവനെ മിസ്രയീമിൽ ഒരു ശവപ്പെട്ടിയിൽ വെച്ചു. തീർന്നു, അധ്യായം അവസാനിച്ചു. അവൻ ദൈവത്തിൽ തുടങ്ങി, അത് തീർന്നത് ശവപ്പെട്ടിയില്ല. അതുകൊണ്ട് എന്റെ ഒരു അഭിപ്രായമായി എല്ലാവർക്കും ആവശ്യമുള്ളതായി ശവപ്പെട്ടി. എന്റെ അഭിപ്രായമായി ജീവിച്ചിരിക്കുമ്പോൾ ഒരു പെട്ടി മേടിച്ച് വെക്കുന്നതാ കുറച്ചുകൂടെ. നമ്മുടെ ഇഷ്ടത്തിന് മേടിക്കാമല്ലോ അല്ലേ? കൊച്ചുങ്ങൾ പറയും, ഓ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, വട്ടയുടെ പെട്ടി മതി, പെയിന്റ് അടിച്ചാൽ മതി. വട്ടയുടെ പെട്ടി കൂട്ടി വെച്ച് ഈട്ടിയുടെ പിന്നെ മരണം വരുമേ നിന്റെ പണം തൊടി നേരം, പിരിയുമ്പോൾ അതിനല്ല ക്ഷണം പൊട്ടിച്ചാരം. മരണം വരുമേ നിന്റെ പണം തൊടി നേരം, പിരിയുമ്പോൾ അതിനൽ ക്ഷണം പൊട്ടിച്ചാരം. ശലോമോനും അറിയുവാൻ കഴിഞ്ഞില്ല സാരം, ശലോമോനും അറിയുവാൻ കഴിഞ്ഞില്ല സാരം, ശലോമോനും അറിയുവാൻ കഴിഞ്ഞില്ല സാരം. വളരെ വേഗം ചരണമാക്കി പരിവിടണം തരണിയും, വളരെ വേഗം ചരണമാക്കി പരിവിടണ തരണിയും. നീ മനുജ നിന്റെ തലമതു നിന്നയാതെ, മനുജ നിന്റെ തലമതു നിന്നയാതെ, മനുജ. അപ്പൊ ശ്രദ്ധിക്കുക, ദൈവത്തിൽ തുടങ്ങി വന്ന് അവസാനിച്ചത് ശവപ്പെട്ടിയിൽ. ഉൽപ്പത്തി പുസ്തകം ഓർപ്പിച്ചത് 2 അധ്യായം, ഒടുവിലത്തെ 2 അധ്യായം 2 പേരുടെ മരണമാണ്. എല്ലാവരുടെയും അവസാനം ഈ വഴി കൂടെ പോണം. നമ്മളെ പുസ്തകത്തിൽ വായിക്കുന്നുണ്ടല്ലോ, സകല മനുഷ്യന്റെ അവസാനം. ഇസ്രായേലിന്റെ മധുരഗായകനായ ദാവീദ് മരിക്കുന്നതിന് മുമ്പ് തന്റെ മകൻ ശലോമോനെ വിളിച്ചേച്ച് പറയുന്ന ഒരു പദമുണ്ട്. വായിച്ച 2:1 രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 2-ാം അധ്യായത്തിന്റെ 1 മുതൽ. സഹോദരൻ, അത് രാജാക്കന്മാരുടെ 2-ാം പുസ്തകമാണ് വായിച്ചത്. യഹോവ ഏലിയാവെ എടുത്തു കൊള്ളാൻ ഭാവിച്ചതിന് മുമ്പ്. ഇത് 1-ാം പുസ്തകത്തിന്റെ 2:1. ദാവീദിന്റെ മരണകാലം അടുത്തു വന്നപ്പോൾ, അത് പേടിച്ചാ വായിക്കാനെന്ന് എനിക്കറിയാം. അപ്പൊ ദാവീദിന്റെ മരണകാലം അടുത്തു വന്നപ്പോ അവൻ തന്റെ മകനായ ശലോമോനോട് കൽപ്പിച്ചത് എന്തെന്നാൽ, ഞാൻ സകല ഭൂവാസികളുടെയും വഴിയായി പോകുന്നു. വഴിയായിട്ട് പോകും. അപ്പൊ എല്ലാരും ഈ വഴി പോണം. സകല ഭൂവാസികളും ഈ വഴിയെ പോണം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ബഹുമാന്യരായ പ്രിയപ്പെട്ടവരോട് പറയാം, ഈ വഴി ഞാനും നിങ്ങളും പോകേണ്ടതായതുകൊണ്ട് ഈ വഴി കയറുന്നതിന് മുന്നേ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. മറ്റൊരുത്തരും രക്ഷയില്ല, യേശു ക്രിസ്തു മാത്രമാണ് രക്ഷകൻ. എല്ലാവരും ഈ വഴിയെ പോയേ ഒക്കൂ. ഒരിക്കൽ ഈ ജഗത്തെയും ജഡത്തെയും പിരിഞ്ഞ് നാം തിരിക്കണം. വിസമ്മതങ്ങളൊന്നിനെ ഫലപ്പെടണം. തിരിച്ചു വന്നിടാത്ത യാത്രയാണ് മർത്യൻ. ഓർക്കുകയിൽ കരത്തിലുള്ളതൊക്കെയും അതിർത്തിയിൽ ത്യജിക്കണം. സമർത്ഥനായ സീസറും പ്രശസ്തനായ ഹോമറും സമത്വമറ്റ സോളമൻ തുടങ്ങിയുള്ള വിജ്ഞരും എല്ലാവരും ഈ വഴി പോയി. ഇല്ലേ? മിടുക്കന്മാരെല്ലാം ഈ വഴി പോയി. രാഷ്ട്രപിതാവെന്ന് അറിയപ്പെടുന്ന മഹാത്മജി ഈ വഴി പോയി. ഇന്ദിരാഗാന്ധിയും പോയി.
നെഹ്റുവും ഈ വഴി പോയി, എല്ലാവരും ഈ വഴി പോയി, രാജാക്കന്മാരെല്ലാം ഈ വഴി പോയി, സാമുദായിക ഭരണ പരിഷ്കർത്താക്കൾ എല്ലാവരും ഈ വഴി പോയി. സകല മനുഷ്യനും വഴി പോകുന്ന വഴിയായിരുന്നു. എന്നാൽ ഒരു ദൈവമൈതലനായി ഈ വഴി പോകുന്നത് നിരാശയല്ല, പ്രത്യാശയാണ്. അവർ ഈ വഴി എന്നത് നേരെ അങ്ങോട്ടങ്ങ് ചെല്ലുക. പണ്ട് ഞങ്ങളുടെ ഒരു ഉപദേശി കൺവെൻഷന് പോയപ്പം തബല വായിക്കാൻ ആളില്ല. അപ്പം പിന്നെ ഒരുത്തനെ തട്ടിയെടുത്തോണ്ട് വന്നു. അവൻ രക്ഷിക്കപ്പെട്ടതൊന്നുമല്ല, അത്യാവശ്യം കൊണ്ടിയിലേക്കും ചെയ്യണം. അപ്പം ഇവനുമായിട്ട് അവിടെ പോയിരുന്ന് പ്രസംഗം തുടങ്ങിയപ്പോൾ ഇവൻ തബല വായിക്കുന്നുണ്ട്, നന്നായിട്ട് വായിക്കും. അദ്ദേഹം നന്നായിട്ട് ദൈവവചനം പറഞ്ഞ് പ്രസംഗിച്ച് വന്ന കൂട്ടത്തിൽ പറഞ്ഞു, ഈ വിഷയം പറഞ്ഞു വന്ന കൂട്ടത്തിൽ പറഞ്ഞു, ഇന്ന് രാത്രി കൺവെൻഷൻ കഴിഞ്ഞ് ഞാൻ ഇതിലേ പോകുമ്പം ഞങ്ങൾ 3 പേര്, വേറൊരാളോടുണ്ട്, ഞങ്ങൾ 3 പേരും കൂട്ടും വണ്ടി ഇടിച്ച് ഞാൻ മരിക്കുകയാണെങ്കിൽ നേരെ എൻ്റെ വീട്ടിലോട്ടങ്ങ് കയറുമെന്ന് പറഞ്ഞു. പക്ഷെ ഇവൻ്റെ കാര്യം ഓർക്കുമ്പോഴാണ് എനിക്ക് അവിടെക്കാരിരിക്കുകയാണ്. വണ്ടി ഇടിച്ച് ഞാൻ ചാകാണ്, എൻ്റെ വീട് നേരെ അങ്ങോട്ട് മേളിലോട്ട് അങ്ങ് പോകും. ഇവൻ്റെ കാര്യം ഓർക്കുമ്പോൾ എനിക്ക് അവനോട് ചോദിച്ചു, എടേ നീ എവിടെ പോകുന്നു? അവനെ ഞാൻ പറഞ്ഞു, ഉപദേശിയല്ലേ എന്നെ കൊണ്ടുവന്നു. അവന് ഇതൊന്നും വലിയ ഇത് രാത്രി നിന്റെ ജീവനെ എടുത്ത നീ ഒരുക്കി വെച്ചത് ആർക്കാണ്? സകല ആൾക്കാരും ഈ വഴി പോകണം. പണ്ട് നാമം ജപിക്കുമ്പോൾ ഇങ്ങനെ ചൊല്ലുമായിരുന്നു, കുന്നുകൾ പോലെ ധനമുണ്ടാകിലും ഇന്ദ്രനു സമമായി വാണിടുങ്കിലും. ഇത് പിടിച്ചോണ്ട് ഒന്ന് കട്ട് ചെയ്തിടരുതേ, ഇതിലത്തെ ഓർത്ത് ആൾക്കാർ പറയാം അയാൾ നാമം ചൊല്ലി നടക്കാന്ന് പറയും. കുന്നുകൾ പോലെ ധനമുണ്ടാകിലും ഇന്ദ്രനു, അതിന് വായിക്കണ്ട തന്നെ, അത് വേറെ കേസാണ്. എല്ലാത്തിനും കയറി അവനെ വായിക്കാൻ വിളിച്ചില്ലെന്ന് ഓർത്താൻ എല്ലാത്തിനും അങ്ങ് അവനെ ഏൽപ്പിച്ച കാര്യം വിശ്വസതയോടെ ചെയ്യാം. കണ്ണു കാണിക്കും വായിച്ചാൽ മതി. അപ്പൊ അതിനകത്ത് എങ്ങനെയാ? കുന്നുകൾ പോലെ ധനമുണ്ടാകിലും ഇന്ദ്രനു സമമായി വാണിടുകിലും ഒന്നുരിയാടുവതിന്നിടകിട്ട വന്നാൽ യമഭടർ. അപ്പൊ യമഭടന്മാർ കടന്നു വന്ന് കുരുക്കിട്ട് കഴിയുമ്പോൾ അക്ഷര ഉരിയാടാൻ അനുവദിക്കത്തില്ല. അല്ല, തുടക്കം ഇങ്ങനെ, കരളിൽ വിവേകം കൂടാതെ അരനിമിഷം ഭക്ത കളയരുതാരും മരണം വരുമിനി എന്ന് നിനച്ചിക മഴുപുക സതതം. അപ്പൊ മരണം വരും, സകല ആൾക്കാരെയും ഇത് പിടികൂടും. ഈ വഴി സകല ആൾക്കാരും കടന്നു പോകണം. അതുകൊണ്ട് ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, ഏത് സമയത്താ മരണം വരുന്നെന്ന് ആർക്കും പറയാനൊക്കത്തില്ല. ഞാനെപ്പോഴും പറയും, പണ്ടൊക്കെ ഇങ്ങനെ വലിച്ചു കിടക്കും, പോകുകയില്ല. ഇങ്ങനെ കിടക്കും, പോകുകയില്ല. 8-10 ദിവസം കിടക്കും. ഞങ്ങൾ പിന്നെ ഉപദേശിമാർ ചെല്ലുമ്പോൾ വീട്ടുകാർ പറയും, പക്ഷേ പ്രാർത്ഥിച്ചാട്ടെ, ദൈവഹിതം എന്താന്ന് വെച്ചാൽ ചെല്ലു പറയും, ഏൽപ്പിച്ച് പ്രാർത്ഥിക്കണേന്ന് പറയും. ഞങ്ങളതിൻ്റെ പരുവത്തിന് പ്രാർത്ഥിക്കും. പോകേണ്ട ആളാണ് ഞാൻ. മിക്കവാറും പ്രാർത്ഥിക്കുന്നിടത്ത് പോകും. ഈ ശുപാസനോട് പറയും, അങ്ങനെ പോയി പ്രാർത്ഥിക്കുന്നത്. മിക്ക കേസും അങ്ങനെ, ഒന്നെങ്കിൽ അന്നല്ലേ പിറ്റേന്ന്. അങ്ങനെ ഇങ്ങോട്ടൊരു ശുശ്രൂഷയുണ്ട്. അല്ല, ചുമ്മാ പറഞ്ഞല്ല, ചോദിച്ചോ പുള്ളിയോട്. അപ്പൊ പണ്ട് അങ്ങനെയൊക്കെ ഇങ്ങനെ കിടക്കും, പോവുകയല്ല. നമ്മൾ എന്ന് പ്രാർത്ഥിച്ച് എങ്ങനെയുണ്ട്, ചെള്ളക്കൊക്കെ ഒരു നീരുണ്ട്, മിക്കവാറും വെളുപ്പിക്കുമെന്ന്. നമ്മൾ വിറ്റേ നിലമ്പം പൊടിയരിക്കഞ്ഞി കുടിച്ചോണ്ടിരിക്കുന്നു. ഒരു താല്പര്യമില്ല പോകാൻ. രണ്ടു ദിവസം കഴിഞ്ഞ് നമ്മൾ ചെല്ലുമ്പോൾ എങ്ങനെയുണ്ട്, ഇന്ന് കാലിൻ്റെ പൊത്തക്കൊക്കെ നീരാ, ഒരു കുറുകുറുപ്പും മുട്ടലും ഒക്കെ ഉണ്ട്. നമ്മളവർക്ക് മിക്കവാറും 2 ദിവസം ചെന്നപ്പോൾ പുള്ളി ഒട്ടുപാല് പറിച്ചു കിടക്കുന്നു. എന്ന് പറഞ്ഞാൽ പോവുകയില്ല, താല്പര്യവും ഇല്ല പോകാനിട്ട്. എന്നാൽ ഇപ്പോഴങ്ങനല്ല, എല്ലാം പെടപെടാന്നാ. നമ്മൾ ചോദിക്കല്ലേ, എങ്ങനെയാ നമ്മുടെ തങ്കച്ചൻ മരിച്ച? സൈലന്റ് ആയിരുന്നു പുള്ളി, യോഗത്തിന് സൈലന്റ് ആയിരുന്നു.
സവായത്തിന് മന്ന് തങ്കച്ചൻ സൈലന്റ് ആയിട്ട് അവിടെ പുള്ളി എന്ന് പറഞ്ഞാൽ നെയ്യൻ സൈലന്റ് ആയിട്ട് എനിക്ക് വന്നേക്കാൻ പറഞ്ഞു. കുഴഞ്ഞു വീണ് മരിച്ചു. കേട്ടിട്ടില്ലേ മോനെ? വളരെ പെട്ടെന്ന്. ദൂരവേയല്ല മരണം എന്നാർക്കറിയാം, ലേശവും ഇല്ല സമയം. ദൂരവേയല്ല മരണം എന്നാർക്കറിയാം, ലേശവും ഇല്ല സമയം. രാജാക്കന്മാർ വലിയ ധീരന്മാരായവരും, രാജാക്കന്മാർ വലിയ ധീരന്മാരായവരും, ധീരസാധുക്കളും ഈ ലോകം വെടിഞ്ഞു പോകും. ധീരസാധുക്കളും ഈ ലോകം വെടിഞ്ഞു പോകും. എപ്പോഴാണ് എന്റെ സോദര മൃത്യു വരുന്ന ഓർക്കാനിലെന്തോ കഷ്ടമേ. എപ്പോഴാണ് എന്റെ സോദര മൃത്യു വരുന്ന ഓർക്കാനിലെന്തോ കഷ്ടമേ. യാത്രയിൽ വച്ചോ ആരാധനയ്ക്കായി പള്ളിയിൽ പോകും നേരത്തോ. വെള്ളത്തിൽ യാത്രയിൽ വച്ചോ ആരാധനയ്ക്കായി പള്ളിയിൽ പോകും നേരത്തോ. കള്ളം പറഞ്ഞൂരില വ്യാപാര ചന്തയിലോ, കള്ളം വ്യാപാര ചന്തയിലോ, കള്ളക്കേസിനു പോകും കച്ചേരി തിണ്ണയിലോ, കള്ളക്കേസിനു പോകും കച്ചേരി തിണ്ണയിലോ. എപ്പോഴാണ് എന്റെ സോദര മൃത്യു വരുന്ന കഷ്ടമേ. എപ്പോഴാണ് എന്റെ സോദര മൃത്യു വരുന്ന കഷ്ടമേ. അപ്പൊ ശ്രദ്ധിക്കുക, ഏത് സമയത്തും മരണം പിടികൂടാം. സകല മനുഷ്യരും സകല ഭൂവാസികളും ഈ വഴി കടന്നു പോകണം. അപ്പൊ അതിനായിട്ട് എല്ലാവരും ഒരുങ്ങണം. എല്ലാവരും ഒരുങ്ങണം. അവിടെ ഞാൻ ആ ഭാഗം അധികം ദീർഘമാക്കുന്നില്ല. ഒരു കാര്യം ഓർത്തോണം, എല്ലാവരും ഈ വഴി പോകേണ്ടതാണ്. ഒന്നുകൂടെ ആവർത്തിക്കാൻ, കണ്ണടയുന്നതിന് മുമ്പ് യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുക. അതിന് ദൈവം ഇന്ന് രാത്രി നിനക്ക് അവസരം തന്നിരിക്കുക. ഇപ്പോഴെല്ലാം വിടുമരണമാണ്. നിൽക്കുന്ന നിപ്പിലാണ് പോകുന്നത്. ഒരൊറ്റ ഇക്കിളിന്റെ ആവശ്യമുള്ളൂ. തീർന്നു. നമ്മളൊക്കെയല്ലേ എങ്ങനെ നമ്മുടെ കറിയാച്ചൻ കടന്നു പോയത്? കറിയാച്ചൻ യോഗത്തിനിടെ വായിക്കോട്ട വിട്ടതാ, പിന്നെ അടച്ചിട്ടില്ല. ഒറ്റ വായിക്കോട്ടൊക്കെ നീ ഉള്ളൂ, ഒരിക്കലിനേ ഉള്ളൂ. ഏത് മനുഷ്യനും ഉടച്ചു നിന്നാൽ അത്ര ഉള്ളൂ. നമ്മുടെ തൻ്റെയിടവും മിടുക്കും ഒന്നും ചെലവാകുകയില്ല. അതുകൊണ്ട് കണ്ണടയുന്നതിന് മുമ്പ് സകല ആൾക്കാരും യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. അതിന് 5 പൈസ മുടക്കണ്ട, അരക്കാശ് മുടക്കണ്ട, മെഴുകുതിരിയും കത്തിക്കണ്ട, എണ്ണയും കൊടുക്കണ്ട, അരിയും കൊടുക്കണ്ട, ഒന്നും കൊടുക്കണ്ട, തുണിയും കൊടുക്കണ്ട, മണിയും കിണിയും ഒന്നും കൊടുക്കണ്ട. നിന്നെ അങ്ങ് കൊടുത്താൽ മതി. ദൈവത്തിന് ഇതൊന്നും ആവശ്യമില്ല. ഇനി കുടിക്കാതിരിക്കാമോ? ദൈവത്തിന് ഇത് ആവശ്യമില്ല. ഏതാ? നമ്മുടെ അരിയും നമ്മുടെ ഭൗതിക വസ്തുക്കളും. നാളെ ഒരാൾ പറഞ്ഞ കോഴിയെ കൊണ്ടുപോകാം, ദൈവത്തിന് കോഴി. പിന്നെ പുള്ളിയുടെ ബാങ്ക് തുടങ്ങിയൊക്കെ ഇല്ല. കോഴിയുടെ എൻ്റെ ആടും വേണ്ട, മാടും വേണ്ട, കോഴിയും വേണ്ട, വസ്തുവും വേണ്ട, ഏത്തക്കൊലയും വേണ്ട, പൂവൻകൊലയും വേണ്ട, കദളിയും വേണ്ട, ചെങ്കദളിയും വേണ്ട, ഒന്നും വേണ്ട.
എൻ്റെ കാശും വേണ്ട ഒന്ന്. പിന്നെ ഇവിടെ ദോത്രാഴ്ച എടുത്തേക്കുന്നത് പരുവക്കേടൊക്കെ അറിയാമല്ലോ, അതുകൊണ്ടാണ് ഞാനിവിടെ വരാൻ നോക്കിയിരിക്കുകയായിരുന്നു. അത് ദൈവത്തിന് എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ആവശ്യം ഉണ്ടായിട്ടില്ല, ഇതിനൊക്കെ ചിലവുകളുണ്ട്, അതിനവരെടുത്തറാം. ഇപ്പോൾ ഞങ്ങൾ ഉപദേശിമാരുമൊക്കെ പറഞ്ഞ പ്രസംഗത്തിന് ഇടയില് നിങ്ങൾ ആദ്യം എടുത്തത് നന്നായി, ചിലത് പ്രസംഗത്തിന് ഇടയില്ല. അതുകൊണ്ട് വിശ്വാസികളും പ്രസംഗം പകുതിയാകുമ്പം ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇത് ദൈവത്തിന് ഇതിൻ്റെയൊന്നും ആവശ്യമില്ല. ദൈവത്തിന് ആവശ്യം നിന്നെ, നിന്റെ പണമൊന്നും വേണ്ട ദൈവത്തിന്. ദൈവത്തിന് മഹത്വം. ഇന്ന് രാത്രി ഒറ്റ വാക്ക് പ്രാർത്ഥിച്ചാൽ മതി, യേശുവെ എന്നെ രക്ഷിക്കണം, എൻ്റെ ഉള്ളത്തിലേക്ക് വരണം, എന്നെ കൈവിടരുത്. ആര് പ്രാർത്ഥിക്കും അവരെ യേശു രക്ഷിക്കും. ഒരു മതത്തിന്റെ, സംഘടനയുടെ, സമുദായത്തിന്റെ, ഒരു ഗ്രൂപ്പിന്റെ ആളല്ല യേശു ക്രിസ്തു. അവിടുന്ന് മുഴു ലോകത്തിന്റെയും ദൈവമാണ്. ഏത് വ്യക്തിക്കും ക്രിസ്തു യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കും. അപ്പോൾ മരണം സകല ആൾക്കാരെയും പിടികൂടും. ഉൽപ്പത്തി പുസ്തകം 2 അധ്യായം അവസാനിക്കുന്നത് 2 പേരുടെ മരണമാണ്. ഒന്ന് യാക്കോബിന്റെ മരണം, 2 യോസഫിന്റെ മരണം. 2 നല്ല മരണമാണ്. ഞാൻ വിവരിക്കുന്നില്ല. പുറപ്പാട് പുസ്തകം ദൈവജനത്തിന്റെ പുറപ്പാടാണ്. ലേവ്യ പുസ്തകം ഈ പുറപ്പെട്ടവരുടെ ആരാധനയുടെ ക്രമീകരണം. അടുത്തത് സംഖ്യാപുസ്തകം, അതിൽ നിന്നാണ് നമ്മൾ വായിച്ചത്, കണക്കെടുക്കുന്ന പുസ്തകമാണ്. 2 സ്ഥലത്ത് വെച്ച് വരെ ദൈവം എണ്ണി. ആ 26-ാം അധ്യായത്തിന്റെ 1 വായിച്ചേ, സംഖ്യാപുസ്തകം. ബാധ കഴിഞ്ഞ ശേഷം യഹോവ മോശയോടും പുരോഹിതനായ അഹരോന്റെ മകൻ എലേസറിനോടും ഇസ്രായേൽ മക്കളുടെ സർവ്വസഭയെയും 20 വയസ്സു മുതൽ മേലോട്ട് യുദ്ധത്തിന് പ്രാപ്തിയുള്ള എല്ലാവരെയും ഗോത്രം ഗോത്രമായി എണ്ണി. അപ്പോൾ ആ തുടക്കം അങ്ങനെ 26-ന്റെ തുടക്കം ബാധ കഴിഞ്ഞപ്പോൾ ഒന്ന് എണ്ണി. ബാധയ്ക്ക് മുന്നേ ഒന്ന് എണ്ണി. ബാധയ്ക്ക് മുന്നേ എണ്ണിയത് 1-ാം അധ്യായത്തിന്റെ 1 മുതൽ വായിച്ചേ. 1-ാം അധ്യായത്തിന്റെ 1 മുതൽ. അവൻ മിസ്രയീം ദേശത്ത് നിന്ന് പുറപ്പെട്ടതിന്റെ 2-ാം സംവത്സരം 2-ാം മാസം 1-ാം തീയതി യഹോവ സീനായി മരുഭൂമിയിൽ സമാഗമന കൂടാരത്തിൽ വെച്ച് മോശയോട് അരുളിച്ചെയ്തത് എന്തെന്നാൽ, നിങ്ങൾ ഇസ്രായേൽ മക്കളിൽ ഗോത്രം ഗോത്രമായും കുടുംബം കുടുംബമായും സകല പുരുഷന്മാരെയും ആളാം പ്രതി പേർ വഴി ചാർത്തി സംഘത്തിന്റെ ആകത്തുക എടുക്കണം. ഈ തുക എടുക്കണം. ഇത് ബാധയ്ക്ക് മുമ്പ്. 26-ാം അധ്യായത്തിൽ വായിക്കുന്നത് ബാധയ്ക്ക് ശേഷം. അപ്പൊ 2 പ്രാവശ്യം എണ്ണി. ഇനി 26-ാം അധ്യായത്തിന്റെ 63 മുതൽ വായിക്കുന്നു. യെരിഹോവിന്റെ സമീപത്ത് യോർദാൻ അരികെ മോവാബ് സമഭൂമിയിൽ വെച്ച് ഇസ്രായേൽ മക്കളെ എണ്ണിയപ്പോൾ മോശയും പുരോഹിതനായ എലയാസരും എണ്ണിയവർ ഇവർ തന്നെ. അടുത്തത്, എന്നാൽ മോശയും അഹരോൻ പുരോഹിതനും സീനായി മരുഭൂമിയിൽ വെച്ച് ഇസ്രായേൽ മക്കളെ എണ്ണിയപ്പോൾ ആദ്യം എണ്ണിയത് സീനായി മരുഭൂമിയിൽ, രണ്ടാമത് എണ്ണിയത് മോവാബ് സമഭൂമിയിൽ വെച്ച്. മനസ്സിലാവുന്നുണ്ടോ? അവൻ ആദ്യം എണ്ണിയത് സീനായി മരുഭൂമിയിൽ വെച്ച്. അതാ 1-ാം അധ്യായം മുതൽ പഠിക്കുമ്പോ സീനായിൽ വന്നു. ആ മരുഭൂമിയിൽ വെച്ച് വരെ ആദ്യം എണ്ണി. രണ്ടാമത് എണ്ണിയത് മോവാബ് സമഭൂമിയിൽ വെച്ച്. അതിന്റെ അടുത്ത വാക്യം, അവർ എണ്ണിയവരിൽ ഒരുത്തനോ ഇവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. ആദ്യം എണ്ണിയപ്പോൾ എണ്ണിയവരിൽ ഒറ്റ ഒരുത്തനും, ഒടുക്കം എണ്ണിയപ്പം അവരുടെ കൂട്ടത്തിലില്ല. സ്തോത്രം. ഞാൻ എപ്പോഴും പറയും, എണ്ണിയ പുള്ളിയില്ല. അറിഞ്ഞു പിടിച്ചെണ്ണിയ പുള്ളി അവസാനം അല്ല. നമ്മളെ ഒന്ന് എണ്ണുന്ന നല്ലതാ, വേണ്ടേ? നമുക്ക് വല്ലവരെ എണ്ണ നല്ല വലുതാ. 1, 2, 3 ചൂണ്ടി നന്നായിട്ട് എണ്ണും നമ്മൾ. നിങ്ങളാണ്ട് 90-ന്റെ 12 വായിച്ച സങ്കീർത്തനം, എല്ലാം പരിചയമുള്ള വാക്യം, അത് വായിച്ചു. ഞങ്ങൾ ജ്ഞാനമുള്ളൊരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണം. 70 ഏറെയായാൽ 80 മാത്രം, 70 ഏറെയായാൽ 80 മാത്രം. കഷ്ടത മാത്രം
കഷ്ടത മാത്രം. ദൈവമക്കൾ നമുക്ക് സ്വർഗം സ്വന്തം ദേശം ദൈവമക്കൾ നമുക്ക് സ്വർഗം ദേശം കേവലം ഈ പാലിടമോ വെറും പരദേശം കേവലം ഈ പാലിടമോ വെറും പരദേശം മൺമയമാം നീയുലകിൽ മായ മൺമയമാം നീയുലകിൽ കാൺപതുമായ വന്മവിവർദ്ധന സുഖങ്ങൾ സകലവുമായ വന്മവിവർദ്ധന സുഖങ്ങൾ സകലവുമായ. ശ്രദ്ധിക്കുക, ഇവിടെ സങ്കീർത്തനക്കാരൻ 90-ന്റെ 12 പറയുക, ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണം. നമ്മുടെ നാളുകളെ ഒന്നെണ്ണണം. എത്ര നാളായി ഭൂമിയിൽ ജീവിക്കാൻ തുടങ്ങും? എത്ര ദിവസമായി? കുറേയായി ഇല്ലയോ? എത്ര ദിവസമായി ഈ ഭൂമി ജീവിക്കാൻ തുടങ്ങിയിട്ട്? കുറേ വർഷമായി. ഒരു ചെറിയ കണക്ക് സങ്കീർത്തനക്കാരൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, 70 ഏറെ ആയാൽ 80. അതൊരു കണക്ക് പറഞ്ഞതേ ഉള്ളൂ, അതവിടെ നിൽക്കട്ടെ. അപ്പൊ 80 എന്നുള്ളൊരു കണക്കെടുത്തു. 80 വയസ്സൊന്നും അല്ല, അത് കൂടുതൽ ജീവിക്കാം. ഈ സങ്കീർത്തനം എഴുതിയത് ആരാ? ആവിത അവളെ നോക്കിച്ച് പറ. ആവിതാന്നോ? ഉറക്കെ പറ. മോശ എല്ലാം അങ്ങ് ആവിതാന്ന് പറഞ്ഞിരിക്കുക. അപ്പൊ ഇത് മോശ എഴുതിയ സങ്കീർത്തനം. ഇത് എഴുതുമ്പോ മോശയ്ക്ക് 120 അടുത്ത് വരുന്നു. അപ്പൊ പിന്നെ 80 ശരിയാകുന്നു. ഇത് എഴുതുമ്പോ പുള്ളിക്ക് 120 അടുത്ത് വരിക മോശയ്ക്ക്. അപ്പൊ 70 ഏറെയായാൽ 80 എന്ന് പറഞ്ഞത് മരുഭൂമിയിൽ പ്രയാണം ചെയ്തവരുടെ കണക്കാണ്. ഇവര് പ്രമാണം തെറ്റിയപ്പോൾ ഒറ്റ പ്രമാണം തെറ്റിച്ച ഒറ്റ 80 വയസ്സ് വരെ ജീവിച്ചിരുന്നില്ല. ആ കണക്കാ അവിടെ പറഞ്ഞേക്കുന്നത്. എന്നാ പ്രമാണം തെറ്റിക്കാറ് പോയ കാലയോ പറഞ്ഞില്ല എനിക്കിപ്പോ 85 ഉണ്ടെന്ന്. മോശയ്ക്ക് 120. പുതിയ നിയമത്തിൽ വരുമ്പോ യോഹന്നാൻ അപ്പോസ്തലൻ 90 വയസ്സ് വരെ ജീവിച്ചെന്ന. അപ്പൊ 80 ശരിയാ. ഹന്ന എന്നൊരു പ്രവാചകയുണ്ട് 100 വയസ്സ്. അപ്പൊ അതൊരു കണക്ക് പറഞ്ഞത്, അതവിടെ നിൽക്കട്ടെ. ചില ഈ വാക്യം വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചോദിക്കും, അമ്മ എന്തുകൊണ്ടമ്മ? കർത്താവ് പറഞ്ഞ സമയമായി. ഭാഷ എത്രയായി? 79. ചില പ്രായമുള്ള അമ്മമാരോട് ചോദിക്കും, അമ്മ എന്തുവാ? ദൈവം പറഞ്ഞതൊക്കെ കഴിഞ്ഞ് ഭാഷയായി. ചുമ്മാ പാട്ട് പറയരുത് കേട്ടോ. സ്തോത്രം. അപ്പൊ നമുക്ക് 80 എന്നൊരു കണക്കെടുക്കാം. 80 ഈ 80 എടുത്തു കഴിഞ്ഞാൽ 80 കൊല്ലം ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ എത്ര ദിവസം ജീവിക്കുമെന്ന കണക്ക് ഞാൻ പറയാം. മോനെ നിങ്ങൾ പറയണം. മരിക്കോ? 1 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ എന്തും വേണ്ടമുണ്ട് മോനെ? അതെത്ര ഉണ്ടെന്ന് ഇല്ലേ? സെക്കൻഡ് അല്ലേ? ആണോ? എത്ര സെക്കൻഡാ 1 മിനിറ്റ്? മോൻ പറ. 60. എത്ര മിനിറ്റാ 1 മണിക്കൂർ? സഹോദരൻ പറ. ഉറക്കെ പറ. 60 മിനിറ്റ് 1 മണിക്കൂർ. എത്ര മണിക്കൂറാ 1 ദിവസം? ഒരു ദിവസം എത്ര മണിക്കൂറാണ്? ഉറക്കെ പറ. ശരിയാ? കൂടുതൽ വേണം. പുള്ളിക്കങ്ങ് 24 ഉള്ളതൊന്നും ഒക്കുന്നില്ലെന്നുള്ളത്. 24 മണിക്കൂർ. എത്ര ദിവസമാണ് ഒരാഴ്ച? 7. എത്ര ആഴ്ചയാ 1 മാസം? ന്യായമായിട്ടൊരു കണക്ക് പറഞ്ഞാൽ മതി. എത്ര ആഴ്ചയാന്ന് 1 മാസം? ഉണ്ടായത് 4. എത്ര മാസമാ 1 വർഷം? 12. ദൈവരാശിക്ക് അറിയാം എത്ര ദിവസമാ 1 വർഷം? 365 കാലം 65 നടക്കും. അപ്പോൾ 365
അങ്ങനെ നോക്കുമ്പോൾ 80 കൊല്ലം ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന മനുഷ്യൻ 365 ദിവസം വെച്ച് കൂട്ടുമ്പോൾ എത്ര ദിവസമാണ് ജീവിക്കുന്നത്? എത്രയാ? 29,200 അല്ലേ? നോക്കിക്കോ, ഒന്ന് നോക്ക. ആ കണക്കടിച്ച് പെട്ടെന്ന് 29,200 ആണോ നോക്കി. അപ്പോൾ 80 വർഷം അമ്മ ഇങ്ങോട്ട് നോക്കമ്മേ, അമ്മയ്ക്ക് നീ തരും, ആയുസൊക്കെ തരും, അമ്മയുടെ എങ്ങും പോകുകയല്ല. അപ്പം 80 കൊല്ലം ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ 29,200 ദിവസമാണ് ജീവിക്കുന്നത്. ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ എണ്ണണം. ഇത് വായിച്ചു തന്നെ ഇരുന്നാൽ പോലും ഇതൊക്കെ നന്നായിട്ട് വായിക്കുന്നുണ്ട്. ദൈവം അനുഗ്രഹിക്കും. ഇതോടെ എണ്ണണം, നാളുകളെ എണ്ണണം. 4 വിരലെ മർത്യനായൂസു നിൽക്കുന്നോരെല്ലാം മായ. 4 വിരലെ മർത്യനായൂസു നിൽക്കുന്നോരെല്ലാം മായ. ഉറച്ചു നിന്നാൽ വിശ്വാസം. 4 വിരൽ നീളം. അപ്പൊ 80 കൊല്ലം ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ ഏതാണ്ട് 29,200 ദിവസമാണ് ലഭിക്കുന്നത്. ഒരു ചെറിയ കണക്ക് പറഞ്ഞങ്ങ് വിട്ടേക്കാൻ, മൊത്തം പറയാൻ നേരമില്ല. ആ 29,200 ദിവസം ഒരു കണക്ക് തയ്ക്കാൻ 30,000 ഒന്ന് എടുത്തു. ഒരു കണക്ക് തയ്ക്കാൻ 30,000 ദിവസം എന്ന് കരുതുക. ഡോക്ടർമാരും വൈദ്യശാസ്ത്രവും ഒക്കെ പറയുന്നത് കുറഞ്ഞത് 8 മണിക്കൂർ ഉറങ്ങണമെന്ന്. 8 അങ്ങനെയല്ലേ മോനെ? അപ്പൊ ഈ 8 മണിക്കൂർ ഉറങ്ങണമെന്ന്. 24 മണിക്കൂറാ ഒരു ദിവസം. അപ്പൊ 8 ആകുമ്പോ 3-1. 3-1. അപ്പൊ 30,000 ദിവസം എടുത്താൽ ദിവസക്കണക്ക് നോക്കുമ്പോൾ 3-1 ഉറങ്ങുകയാണെങ്കിൽ 80 കൊല്ലം ജീവിക്കുന്ന വ്യക്തി 10,000 ദിവസം ഉറങ്ങുക. ആകെ 30,000 ദിവസം കിട്ടുന്നതാണ്. അതിൽ 10,000 ദിവസം അല്ല, ഞങ്ങളുടെ നാളുകളെ ഒന്ന് എണ്ണണമെന്നില്ല, ഇതെണ്ണണ്ടായി.
അത് പോരാഞ്ഞിട്ട് ഈ പന്തലിലും വന്നിരുന്ന് ഉറങ്ങുക. ഞാൻ കണ്ട് പലരും ഉറങ്ങുന്നു. പിന്നെ തികയുന്നില്ല. നമുക്ക് 10,000-10,000 എടുക്കാം, പോയിട്ട് 20,000 ദിവസം കിടക്കുക. ആ 20,000 ദിവസത്തില് ഒരുത്തനോട് ഞാൻ ചോദിച്ചു, നീ എത്ര നേരം ഭക്ഷണം കഴിക്കും? അവൻ പറഞ്ഞു, ഞാനോടത്ത് 2 or 3 പറയുന്നു. അവൻ പറഞ്ഞു 4 നേരം കഴിക്കും, പിന്നെ കിട്ടിയാൽ എപ്പോഴും. അതിനായിട്ടല്ലോ ഞങ്ങൾ ഇവിടെ വന്നെന്ന് പറഞ്ഞ പോലെ അതിനായിട്ട് തന്നെ വരുന്ന ആൾക്കാരുണ്ട്. അതിനൊന്നും കല്ലേരിയാന്നും പറയണ്ട. അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം, അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് പിന്നെ കുളി, ദേവാലയം, ദിനചര്യകള്, ഒരുക്കം. ചിലർക്ക് നന്നായിട്ട് ഒരുങ്ങാൻ സമയമെടുക്കുന്ന ആൾക്കാരുണ്ട്, നല്ലതുപോലെ സമയമെടുത്ത് ഒരുങ്ങുന്ന ആൾക്കാരുണ്ട്. ഞങ്ങളൊക്കെ പിന്നെ എപ്പോഴും ഇതായതുകൊണ്ട് പെട്ടെന്ന് ഇനി പോരാം, വിളിച്ച ഉടനെ എപ്പോഴും ഇതൊക്കെ തന്നെ, വലിയ ഒരുക്കമൊന്നുമില്ല. ചില ഉപദേശിമാരെ വിളിച്ചാൽ ഇവിടെ ബ്യൂട്ടി പാർലറിൽ വരെ പോയ കൺവെൻഷന് പ്രസംഗിക്കാൻ ചിലര് വണ്ടിക്കകത്ത് വലിയ ഈ എന്തുവാ ഈ എല്ലാ സാധനങ്ങളും ഉണ്ട്, പൗഡറുകളൊക്കെ ഇല്ലേ, റോസ് പൗഡറുകളൊക്കെ. മിടുക്കന്മാരൊത്തിരി ഉണ്ട്. എന്ത് സമയം യോഗ്യമായിരിക്കണം, പക്ഷേ കണ്ടമാനം അതിന് വിട്ടു പോകുന്നവർ ഉണ്ട്. ഇതെല്ലാം മരിച്ചും കയറ്റി എല്ലാം ഇട്ടുമൊക്കെ വരുമ്പോൾ സമയം നന്നായിട്ട് പോകുന്ന എടുത്തൊരുങ്ങും. അപ്പൊ ഈ ഒരുക്കം, കുളി, ദേവാലയം, ദിനചര്യകള്, ഭക്ഷണം, ഇതിനെല്ലാം കൂടെ ഒരു 10,000 ദിവസം പോകുന്നുണ്ട്. ആകെ 30,000 ദിവസം. അതില് ഉറങ്ങാൻ 10, ബാക്കി കാര്യങ്ങൾക്ക് 10. വോട്ട് എത്രയുണ്ട്? വോട്ട് 10. ഈ 10-ലെ ജോലി അല്ലെ ബിസിനസ്, വീട്ടുകാര്യം, സഹോദരിമാരൊക്കെ കുറ്റമല്ലി പറയാന്ന്, വീട്ടുകാര്യം, മറ്റു കാര്യങ്ങള്, യാത്ര, ചില ടൂർ പോകുന്നവര് ഉണ്ടല്ലോ പല സ്ഥലങ്ങളിലൊക്കെ, വിരുന്ന് വീട്ടിൽ പോകുന്നവര്, പിന്നെ ചടങ്ങുകൾക്കൊക്കെ പോകുന്നവര്, ഇതിനെല്ലാം കൂടെ ഒരു 5,000 ദിവസം പോകും. പോയിട്ട് 80 കൊല്ലം ജീവിക്കുന്ന ആളിന് കർത്താവിന് വേണ്ടി പ്രവർത്തിക്കാൻ എത്ര ദിവസം കിട്ടുന്നു? ഇതൊന്ന് ചിന്തിക്കണേ. വേദപുസ്തകം വായിക്കാൻ എത്ര ദിവസം എടുക്കും? പ്രാർത്ഥിക്കാൻ എത്ര ദിവസം എടുക്കും? ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ എത്ര ദിവസം എടുക്കും? ദിവസം കണക്കാണ്, വളരെ തുച്ഛമാണ്. അതും ഈ 5,000 ദിവസം കിട്ടുകയാണെ ഭാഗ്യം. അത് 80 വർഷം ജീവിക്കുന്നവർക്കേ ഉള്ളൂ. ഞാനും നിങ്ങളും പലരും ജീവിതത്തിന്റെ മധ്യാഹ്നത്തിലായി യേശുവിനെ കണ്ടേ, ചിലർ ജീവിതത്തിന്റെ സായാഹ്ന വേളയിലാ കണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ബഹുമാനരായ നിങ്ങളോട് ഒരു ലഘു സന്ദേശം പറയുക, ഇനി എത്ര ദിവസം ജീവിച്ചാലും അത് കർത്താവിന് വേണ്ടിയായിരിക്കണം. സ്തോത്രം. പൗലോസ് അതുകൊണ്ടാണ് പറഞ്ഞത്, ഇനി ജീവിക്കുന്നത് ക്രിസ്തു, മരിക്കുന്നത് ലാഭമാണ്. ജീവിക്കുന്നത് ക്രിസ്തുവാണ്. ഇനി ഈ ഭൂമിയിൽ നമ്മൾ എത്ര നാൾ ജീവിച്ചാലും കർത്താവിന് വേണ്ടിയായിരിക്കണം. ദൈവത്തിന് മഹത്വം. അവിടെ നമുക്ക് ആ ഭാഗമെല്ലാം വിട്ടേക്കാം, അല്ലെങ്കിൽ അത് അങ്ങനെ നിൽക്കുമോ? ദൈവത്തിന് മഹത്വം. നമ്മുടെ നാളുകളെ ഒന്ന് എണ്ണുന്ന നല്ലതാണ്. 2 സ്ഥലത്ത് വെച്ച് എണ്ണി, ബാധയ്ക്ക് മുമ്പ് എണ്ണി, ബാധയ്ക്ക് ശേഷം. ആദ്യം എണ്ണിയപ്പോൾ എണ്ണിയവരിൽ ഒറ്റ ഒടുക്കം എണ്ണിയപ്പോൾ കണ്ടില്ല, എണ്ണിയ പുള്ളിയില്ല. ഇതാണ് സംഖ്യാപുസ്തകം, എണ്ണമെടുക്കുന്ന പുസ്തകം. ഓരോ അധ്യായങ്ങളും കയറി പറഞ്ഞാൽ കൊള്ളാന്നുണ്ട്, അതിന് മുതിരുന്നില്ല. നമ്മൾ ഇന്ന് രാത്രി വായിച്ചത് 23-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യത്തിന്റെ പ്രാരംഭ ഭാഗമാണ്. ഒന്നുകൂടെ വായിച്ചു. ആഭിചാരം യാക്കോബിന് പറ്റുകയില്ല. ഇത് പ്രവാചകനാകുന്ന ബിലയാം ഇസ്രായേൽ മക്കളെ കണ്ടതിന് ശേഷം മോവാബ് പർവ്വതം നിരകളിൽ നിന്ന് ദൈവജനത്തെ നോക്കിയേച്ച് പറയുന്ന ഒരു പദമാണ് നമ്മൾ വായിച്ചു കേട്ടത്. ചരിത്ര പശ്ചാത്തലത്തിലേക്കൊന്നും പോകുന്നില്ല. ദൈവജനത്തെ ശപിക്കുവാൻ, അവരെ നശിപ്പിക്കുവാൻ മെസൊപ്പൊത്താമിയയിലെ പദോരിൽ നിന്ന് ബയോറിന്റെ മകനാകുന്ന ബിലയാമിനെ കൂലിക്ക് കൊണ്ടുവന്നിരിക്കുക എന്ന് പറഞ്ഞാൽ കാശ് മേടിച്ചേച്ച് പ്രാഗി കൊല്ലണം. അതിനെ കൊണ്ടുവന്ന് പുള്ളിയുടെ ശുശ്രൂഷ എല്ലാത്തിനും പ്രാഗി, അറം പറ്റുന്ന പ്രാഗി ഇരിപ്പതാ. അതിന് പുള്ളിയെ കാശ് കൊടുത്ത് വരുത്തി. പുള്ളി പ്രാകാനായിട്ട്
നോക്കിയിട്ടൊന്നും ഒക്കുന്നില്ല. വരുന്നത് മുഴുവൻ അനുഗ്രഹത്തിന്റെ വചസ്സാണ്. പുള്ളി പറഞ്ഞ് യഹോവ വരാകാത്തവനെ ആര് വരാമോ? പുള്ളി കണ്ണ് തുറന്നു നോക്കി, കണ്ണ് അടച്ചു നോക്കി, എന്നിട്ടൊന്നും ഒക്കുന്നില്ല. ഇങ്ങനെ ശമിക്കാനായി വന്നെങ്കിലും വന്നത് മുഴുവൻ അനുഗ്രഹത്തിന്റെ വചസ്സാണ്. അങ്ങനെ വന്ന വചസ്സിൽ ഒരു ഭാഗമാണ് നമ്മൾ വായിച്ചത്. ആഭിചാരം യാക്കോബിന് പറ്റുകയില്ല. ഇന്ന് രാത്രി അല്പസമയങ്ങളൊന്ന് ചിന്തിക്കാം. ആഭിചാരം യാക്കോബിന് പറ്റത്തില്ല. അതിന് കാരണം എന്നാ? കാരണമുണ്ട്. പറ്റാതിരിക്കാൻ കാരണം പ്രാർത്ഥിക്കുന്നവർ തന്നെ പറയുന്ന ആഭിചാരം എന്നാ പറയുന്നത്. ഈ പ്രാർത്ഥനയെല്ലാം പ്രാർത്ഥിച്ചിട്ട് ഇത് പോകാത്തതാ. ഇരുന്ന് പ്രാർത്ഥിക്കുന്നു, നിന്ന് പ്രാർത്ഥിക്കുന്നു, കിടന്ന് പ്രാർത്ഥിക്കുന്നു, ഓടി നടന്ന് പ്രാർത്ഥിക്കുന്നു, അഴിച്ച് പ്രാർത്ഥിക്കുന്നു, എന്തെല്ലാം വിക്രിയകളാ കാണിക്കുന്നത്. എന്നിട്ട് ഇത് പോകുന്നില്ലെന്നാണ് ചില പറയുന്നത്. കുറച്ചുകൂടെ അഴിയാനുണ്ടെന്ന് വിശുദ്ധ തിരുവെഴുത്ത് പഠിപ്പിക്കുന്നത്. ആഭിചാരം യാക്കോബിന് പറ്റത്തില്ല. അതിന് കാരണം എന്നാ? ചില കാരണങ്ങൾ ആ ഭാഗത്ത് നിന്നോണ്ട് നമുക്ക് ചിന്തിക്കാം. യാക്കോബിനെ പറ്റി, ഇസ്രായേൽ മക്കളെ പറ്റി പറയുക. എന്തുകൊണ്ടാണ് ഇവർക്ക് ആഭിചാരം പറ്റാത്തത്? ഒരു വാക്യം ആദ്യം വായിക്കണം. 24-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം വായിച്ചേ. ദൈവം അവനെ മിസ്രയീമിൽ നിന്ന് കൊണ്ടുവരുന്നു. അപ്പൊ ദൈവം അവനെ മിസ്രയീമിൽ നിന്ന് കൊണ്ടുവരുന്നു. അപ്പൊ ആഭിചാരം പറ്റാത്തതിന്റെ ഒന്നാമത്തെ കാര്യം, ഇവര് മിസ്രയീമിൽ നിന്ന് വന്നവരാ. മിസ്രയീമിൽ വന്നത് വെറുതെ വന്നതല്ല. ഇവര് മിസ്രയീമിൽ പോയത് യോസേഫിന്റെ കാലത്താണ്. അങ്ങോട്ട് പോയപ്പം ധാരാളം സാധനങ്ങളൊക്കെ എടുത്തോണ്ടായി പോയത്. അപ്പനുണ്ടായിരുന്നു, പിന്നെ സഹോദരന്മാര്, അവരുടെ മക്കള്, ഭാര്യമാര്, പിന്നെ വീട്ടിൽപ്പെട്ട സാധനമെല്ലാം എടുത്തോണ്ടായി മിസ്രയീമിലോട്ട് അന്ന് പോയത്. അത് വേദവിഹാരത്തിൽ സാറ ഒരു ഭാഗം കൊടുത്തിട്ടുണ്ട്. പെട്ടികൾ, മേജകൾ, കട്ടിൽ, ശിശു തൊട്ടിലരികിടും പുട്ടിൽ. അപ്പം പെട്ടി, മേശ, കട്ടില്, തൊട്ടി, പുട്ടില്, ചട്ടി, കുട്ടി, വട്ടി, പട്ടി, എല്ലാം ചിരിക്കുന്നു. പുസ്തകം വായിക്കുന്നില്ലല്ലോ, അതാ. അപ്പൊ ഇവര് മിസ്രയീമിലോട്ട് അങ്ങോട്ട് പോയത് യോസേഫിന്റെ കാലത്താണ്. 430 വർഷത്തോളം മിസ്രയീമിൽ പാർത്തു. ഒടുവിൽ ഇവരെ ദൈവം മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിക്കുക. ഒന്നുകൂടെ വാക്യം വായിച്ചാട്ടെ. ദൈവം അവനെ മിസ്രയീമിൽ നിന്ന് കൊണ്ടുവരുന്നു. ദൈവം അവനെ മിസ്രയീമിൽ നിന്ന് കൊണ്ടുവരുന്നു. അപ്പൊ ആഭിചാരം പറ്റാത്തതിന്റെ ഒന്നാമത്തെ കാര്യം, ഇവര് മിസ്രയീമിൽ നിന്ന് വന്നവരാ. അതെന്താ അങ്ങനെ എടുത്തു പറയാൻ കാര്യം? മിസ്രയീമിൽ നിന്ന് ഇവര് വെറുതെ അല്ല വന്നത്, പിന്നെയോ ചോരത്തെ ആചരിച്ചാ വന്നത്. ഒരു സുപ്രഭാതത്തിൽ കൂടും കുടുക്ക എടുത്തോണ്ട് ഞങ്ങളുടെ ചാടിപ്പോണെന്നല്ല. ദൈവം തമ്പുരാൻ ഒരു പ്രമാണം വെച്ചു. ഈ മാസം നിങ്ങൾക്ക് മാസത്തിന്റെ ആരംഭമായിരിക്കണം. ആബീമ മാസം 1 മുതൽ മാസത്തിന്റെ ആരംഭമായിരിക്കണം. അത് 10-ാം തീയതി ഒരാട്ടിൻകുട്ടിയെ നിങ്ങൾ വേർതിരിക്കണം. 14-ാം തീയതി ഈ ആട്ടിൻകുട്ടിയെ നിങ്ങൾ അറക്കണം, കണ്ടിക്കണം. എന്നിട്ടോ അതിന്റെ രക്തം ഒരു കിണ്ണത്തിലെടുത്ത് ഈ സോപ്പ് ചെടിയുടെ കെട്ടെടുത്ത് കിണ്ണത്തിൽ മുക്കി കട്ടളക്കാർ 2 കുറുമ്പടി വരെ പുരട്ടണം. പോരാ, കാല് ചെരുപ്പിട്ട് കയ്യിൽ വടിപിടിച്ച് അരമുറുക്കി തീയിൽ ചുട്ട് കുഞ്ഞാടിനെ ഭുജിച്ച് അന്ന് രാത്രി ആരും വെളിയിലിറങ്ങരുത്. സംഹാരദൂതൻ വാതുക്ക വന്ന് നിൽക്കും. ചോരത്തളിയില്ലാത്ത കുടുംബത്തിൽ കയറും. അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ അവൻ മൂത്ത അപ്പച്ചൻ മുതല് അപ്പച്ചന്റെ മൂത്തമോന്റെ മൂത്തമോൻ, ചുരുക്കി പറഞ്ഞാൽ സകല മിടുക്കന്മാരെ അന്ന് രാത്രി തട്ടിക്കളയാൻ പോവുക. ചിലയിടത്തിലെ അങ്ങനെ കുടുംബത്തിലെ ഏറ്റവും മൂത്തതായി ഈ അപ്പച്ചൻ. അപ്പച്ചൻ ആദ്യം അപ്പം തട്ടി. അപ്പച്ചനെ അഹങ്കാരം ഇങ്ങോട്ട് കയറി. അപ്പച്ചൻ പറഞ്ഞു, ഞാൻ തോമാശ്ലീഹയുടെ കാലത്ത് അതോടൊപ്പം തീർന്നു. പുള്ളിയുടെ മൂത്ത മകനുണ്ട്, അവനും തീർന്നു. അയാളുടെ മൂത്ത മോനുണ്ട് ബ്ലസൻ, അവനും തട്ടി. ഇവിടെ ബ്ലസന്റെ കാര്യമല്ല പറഞ്ഞ ഭാഷ ഉണ്ടെങ്കിലും കിട്ടുന്നത് നമ്മുടെ ബ്ലസന്റെ കാര്യമാണ്. ഞാനല്ലേ മിസ്രൈമിലെ ബ്ലസന്റെ കാര്യമാണ് പറഞ്ഞത്. ചുരുക്കി പറഞ്ഞാൽ ചോരത്തിൽ ആചരിക്കാത്ത സകല കുടുംബത്തിലും സംഹാരദൂതൻ കയറി. ഞാൻ മൂത്തതാ, ഞാൻ സഭയിലെ മൂത്തതാ, വീട്ടിലെ മൂത്തതാ, ദേശത്തെ മൂത്തതാ. ഇതൊന്നും സംഹാരദൂതന് ഒന്നും വിഷയമല്ല. പണ്ട് കരിയമ്പള്ളി ചാക്കോച്ചൻ പറയുമ്പോൾ ദുരിതത്തിനാന്ന് അടി വരുമ്പോഴാണ് അതിന്റെ മണ്ഡലം പ്രസിഡന്റ് അടി നല്ല പറന്നു നിന്ന് പിള്ളേർ അടിച്ചു വരിക പടിഞ്ഞാറപ്പന്തിന്ന്.
അങ്ങനെ പുള്ളി കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റാണ്. പുള്ളി ഇതുപോലെ രണ്ടാം തെല്ലുമൊക്കെ ഇട്ട് ഇങ്ങനെ വെള്ളി കെട്ടിയ വടിയൊക്കെ ആയിട്ട് ഇങ്ങോട്ട് വരിക. അന്നേരം കമ്മ്യൂണിസ്റ്റുകാർ പുള്ളി ഇന്നതിൻ്റെ പണ്ട അടിച്ച് വരിക. അടി മൂത്തപ്പം പുള്ളി എടുത്ത് തോട്ടിലോട്ട് ചാടി. കൊച്ചൻ ചാടി വെച്ച് പുള്ളി ബുദ്ധിമാനാ. ചില പോള എടുത്ത് തലയെ വെച്ച് മൂക്ക് മാത്രം കാണും ശ്വാസം വിടാൻ. അപ്പൊ അവര് വന്നപ്പം നോക്കിയപ്പോ പോളയാ. കൊച്ചനാണെന്ന് പറഞ്ഞത് ആടുന്നെങ്കിൽ അല്ലേ. അവരെ അടിച്ചങ്ങ് കിഴക്കോട്ട് കയറിപ്പോയി. അവിടെ കഴിഞ്ഞപ്പോൾ പുള്ളി പോള മാറ്റി വെച്ച് കയറി വന്നു. ആകെ നനഞ്ഞെല്ലാം പരുവക്കേടാക്കി ഒരാൾ ചോദിച്ചു, കൊച്ചൻ മണ്ഡലം പ്രസിഡന്റ് ആയിട്ടും ഇത് പറ്റി വന്നു. അതുകൊണ്ട് പിന്നെ ദുരിതരാന്ന് അടി വരുമ്പോഴാ അതിന്റെ വേറൊരു ഭാഷ പറഞ്ഞേച്ചാ പറഞ്ഞത് എന്റെ മണ്ഡലം പ്രസിഡന്റ്. സംഘാരദൂതൻ കയറി വരുമ്പോ പറയാ, ഞങ്ങൾ പകലോമത്തെ കാണണം. ഒരു കുഞ്ഞേടിന് അടുത്ത് ചോരത്തളിയാതിരിക്കണം. ആ കുഞ്ഞാടിന് പ്രത്യേകതയുണ്ട് കേട്ടോ. ഒരു 12-5 വായിര് 12-5 പെട്ടെന്ന് വായിര് കാണുന്ന ആടിനെ എല്ലാം പിടിച്ച് കണ്ടിക്കരുത്. 12-5 യഹോവ മേഘസ്തംഭത്തിൽ ഇറങ്ങി. പുറപ്പാട് 12-5. ആട്ടിൻകുട്ടി ഊനമില്ലാത്തതും ഒരു വയസ്സ് പ്രായമുള്ള ആണുമായിരിക്കും. അത് കോലാടോ ചെമ്മരിയാടോ കോലാടോ ആകാം. അപ്പൊ ശ്രദ്ധിക്കുക, ആട്ടിൻകുട്ടി ഊനമില്ലാത്തതും 1 വയസ്സ് പ്രായമുള്ളതും ആണുമായിരിക്കണം. അത് കോലാടോ ചെമ്മരിയാടോ ആകാം. അധികം വിവരിക്കുന്നില്ല. ഊനമില്ലാത്ത ആട്ടിൻകുട്ടി. കടന്നു പോകുന്ന യേശു ക്രിസ്തുവിനെ ചൂണ്ടിക്കൊണ്ട് യോഹന്നാൻ സ്നാപകൻ പറയാ, താണ്ട് ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവ കുഞ്ഞാട്. ഇതാ ലോകപാപം ചുമക്കുന്ന കുഞ്ഞാട്. ഈ കുഞ്ഞാട് മറ്റാരുമല്ല, നസറയനാകുന്ന യേശു ക്രിസ്തു. ഊനമില്ലാത്ത കുഞ്ഞാട്. 6 കോടതി മാറുവാന് വിസ്തരിച്ചിട്ടും യേശുവിൽ ഒരു കുറ്റവും കണ്ടില്ല. അന്നാസും കയ്യപ്പാവും പീലാത്തോസും ഹെരോദാവും സെന്നിത്രി സംഘങ്ങളും വന്നവരെല്ലാം മാറി കുറ്റം കണ്ടുപിടിക്കുവാൻ പരതി. ഒരു കുറ്റവും യേശുവിൽ കണ്ടില്ല. ഊനമില്ലാത്തവൻ. ഒടുവിൽ പീലാത്തോസ് വെള്ളമെടുത്ത് കൈ കഴുകിയേച്ച് പറഞ്ഞു, നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല. അന്നാസൻ കയ്യപ്പാവും ഹെരോദു വന്നു നിന്നെ. അന്നാസൻ കയ്യപ്പാവും ഹെരോദു വന്നു നിന്നെ. നിന്നിച്ചു പീഡ ചെയ്തതെല്ലാം സഹിച്ചുവല്ലോ. മറുത്തതില്ലതെല്ലും മറുത്തതില്ലതെല്ലും പുലപ്പിതുട്ടർ ക്രൂശിച്ചിടും പൊഴുതും. പുലപ്പിതുട്ടർ ക്രൂശിച്ചിടും പൊഴുതും. വാശിക്കതീതമായി തീർന്നില്ല ഹൃദയം. വിമലകാന്തി ചേർന്നു മുഖം വിളങ്ങി ചാർന്നു. വിമലകാന്തി ചേർന്നു മുഖം വിളങ്ങി ചാർന്നു. അവൻ ശ്രദ്ധിക്കുക, അന്നാസും കയ്യപ്പാവും സകല ആൾക്കാരും മാറി വിസ്തരിച്ചിട്ടും യാതൊരു കുറ്റവും ഒരു ഊനവും യേശു ക്രിസ്തുവിനില്ല. ഊനമില്ലാത്ത കുഞ്ഞാട്. ഇത് കാൽവറിയിൽ മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി അറക്കപ്പെട്ട കുഞ്ഞാടാകുന്ന യേശു ക്രിസ്തുവിന്റെ ബലിമരണത്തിന്റെ നിഴലാ കുഞ്ഞാടിനെ അറത്തത്. ചുരുക്കി പറഞ്ഞാൽ അധികം വിവരിക്കുന്നില്ല. കുഞ്ഞാടിനെ അറുത്ത് ചോരത്തളി ആചരിച്ച് ചോര പുരട്ടിയെന്ന്. യേശുവിന്റെ രക്തത്തിന് ശക്തിയുണ്ട്. ഒന്ന്, ഈ രക്തം വിലയേറിയ രക്തമാണ്, യേശു ക്രിസ്തുവിന്റെ രക്തം. 2, ഇത് പരിശുദ്ധ രക്തമാണ്. 3, ഇത് ഗുണകരമായി സംസാരിക്കുന്ന രക്തമാണ്. 4, ഇത് ജയം തരുന്ന രക്തമാണ്. 5, സകല പാപങ്ങളും മോചിക്കുന്ന രക്തമാണ്. ദൈവത്തിന് മഹത്വം. ഈ രക്തത്തിന് ഒത്തിരി വിശേഷതയുണ്ട്. ആട്ടുകൊറ്റന്മാരുടെയും കാളക്കിടാക്കളുടെയും രക്തവും മലിനപ്പെട്ടവരെ തളിക്കുന്ന പശുഭസ്മവും ജഡിക ശുദ്ധി വരുത്തുമ്പോൾ നിത്യാത്മാവിനാൽ പിതാവാം ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി സമർപ്പിച്ച യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ രക്തം. ഇത് പരിശുദ്ധ രക്തമാണ്, വിലയേറിയ രക്തമാണ്, പുണ്യാക രക്തമാണ്. ഹാബേലിന്റെ രക്തത്തെക്കാളും ഗുണകരമായി സംസാരിക്കുന്ന രക്തമാണ്. ഈ രക്തത്താൽ കട്ടളക്കാർ 2 കുറുമ്പടി ബലി പുരട്ടി ചോരത്തളി ആചരിച്ചു. ഒറ്റ വാക്ക് പറഞ്ഞാൽ അത് രക്ഷയെ കാണിക്കുന്നതാണ്. ഒറ്റ വാക്ക് പറഞ്ഞാൽ ഇവർ രക്ഷിക്കപ്പെട്ടവരാ. അങ്ങനെയെങ്കിൽ ഇങ്ങനെ അങ്ങോട്ട് ചിന്തിച്ചോ, അവര് മിസ്രയീമിൽ നിന്ന് അവനെ കൊണ്ടുവന്നെന്ന് പറഞ്ഞാൽ ഇവർ രക്ഷിക്കപ്പെട്ട ദൈവമക്കളാ. ഇന്ന് രാത്രി രക്ഷിക്കപ്പെട്ട ദൈവജനത്തിന് ഒരാവിചാരവും പറ്റുകയില്ല. ഒരാവിചാരവും പറ്റുകയില്ല. അതിന് 5 പൈസയൊന്നും കൊടുക്കണ്ട, ഒരു ഭൗതിക വസ്തുക്കളും കൊടുക്കണ്ട. ഒറ്റ വാക്ക് പ്രാർത്ഥിച്ചാൽ മതി, യേശുവേ ഞാനൊരു പാപിയാണ്,
എൻ്റെ പാപം മോചിക്കണം, ഇന്ന് രാത്രി എന്നെ രക്ഷിക്കണം, എൻ്റെ ഉള്ളത്തിലേക്ക് അവിടുന്ന് വരണം. ആര് പ്രാർത്ഥിക്കും അവരെ യേശു രക്ഷിക്കും. സ്തോത്രം. സകല ആൾക്കാർ യേശു രക്ഷിക്കും. സ്തോത്രം. അപ്പൊ ആഭിചാരം പറ്റാത്തതിന്റെ ഒന്നാമത്തെ കാര്യം രക്ഷിക്കപ്പെട്ടവരായിരിക്കണം. ദൈവത്തിന് മഹത്വം. രക്ഷിക്കപ്പെട്ട ദൈവമക്കൾക്ക് ആഭിചാരം പറ്റത്തില്ല. രണ്ട്, ആഭിചാരം പറ്റാത്തതിന്റെ രണ്ടാമത്തെ കാര്യം 23-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യത്തിന്റെ പ്രാരംഭ വാക്യം ഒന്നുകൂടെ വായിക്കണം. സെയിം വേർഡ് തന്നെ ഒന്നുകൂടെ വായിച്ചേ. ദൈവം അവരെ മിസ്രയീമിൽ നിന്ന് കൊണ്ടുവരുന്നു. വീണ്ടും എഴുതിയിരിക്കുക, ദൈവം അവരെ മിസ്രയീമിൽ നിന്ന് കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞാൽ ഇവര് വെറുതെ പോകുന്നില്ല. ഈ ചോരത്തളി ആചരിച്ചിട്ട് ഇവര് മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ട് 2 ചെങ്കടല് കടന്നവരാണ്. ചെങ്കടല് കടന്നു. രക്ഷിക്കപ്പെട്ട അവിടെ തന്നെ നിന്നില്ലെന്ന് നമ്പേറും പൊട്ടിക്കൊണ്ട് എവിടാ? പറവോന്റെ വീട്ടിൽ തന്നെ. പറവോന്റെ രാജ്യത്ത് നമ്മളെല്ലാം പറവോന്റെ രാജ്യത്ത് തന്നെ ഇപ്പോഴും തമ്പേറ് മാറുന്നേ ഉള്ളു, രാജ്യം വിടുന്നില്ല. മാസാമാസം കുമ്പനാട്ടിൽ അവരെ നമ്പർ അടിക്കാനായുള്ള അവനും കമത്തിട്ട് അടിക്കുക. അവൻ പണ്ട് ഞങ്ങളുടെ അവിടെ രക്ഷിക്കപ്പെടാത്തൊരുത്തനായി, അവൻ ഗുണപ്പെട്ടതല്ല, അവനെ അടിക്കണം. എല്ലാവരും തുള്ളി കുറെ എണ്ണങ്ങ് പദം വന്നു. ഇവൻ അടി നിർത്തുകയല്ല, അവൻ മൊത്തിയിട്ടങ്ങ് അടിക്കുക. ഞാൻ ചോദിച്ചിട്ട് നിർത്തണം. എല്ലാം ഇവിടെ എല്ലാം തുള്ളിയ പദം വരട്ടെന്ന്. ഇത് അങ്ങനെ തുള്ളിക്കുന്നതല്ല. അവസാനം പെണ്ണുങ്ങളെല്ലാം തുള്ളി ഇവനെ ദയനീയമായിട്ടാണ് നോക്കുന്നത്. ഇവൻ നിർത്താതെ നിങ്ങൾക്ക് നിൽക്കാനും. അവസാനം ഞാൻ നോക്കുമ്പോൾ നല്ല ഇങ്ങനെ കൈയിട്ടാനൊക്കെ ആദ്യം നല്ല മൂച്ചിൽ തുള്ളിക്കണം. വയ്യ അതിന്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല? ആദ്യം നല്ല മൂച്ചായിരുന്നു, പിന്നെ അവസാനം ഇങ്ങനെ ഇടത്തി കിടന്ന് തുള്ളരുതെന്നായി പറഞ്ഞ്. അപ്പൊ തമ്പേര് കൊട്ടി മിസ്രയീമിൽ നിന്നാ പോരാ, നീ മിസ്രയീം വിടണം. മിസ്രയീം പൂർണ്ണമായിട്ട് വിടുന്നത് എപ്പോഴാണെന്നറിയാമോ? ചെങ്കടല് കിടന്ന് അക്കരെ കയറുമ്പോൾ. ചെങ്കടല് കിടക്കാത്തിടത്തോളം കാലം മിസ്രയീമില്ല. എന്നാൽ ചെങ്കടല് കടന്ന് അക്കരെ ഒരു രാജ്യമുണ്ട്. ആ രാജ്യത്ത് കയറുമ്പോൾ മിസ്രയീം പൂർണ്ണമായിട്ട് വിട്ടു. പറവോന് പിന്നെ അവിടെ പ്രവേശനമില്ല, അധികാരമില്ല. അപ്പൊ രണ്ടാമതേ മിസ്രയീം വിട്ടെന്ന്, മിസ്രയീമിൽ നിന്ന് കൊണ്ടുവരുന്നില്ലേ പുറപ്പെട്ടെന്ന് പറയാൻ കാര്യം ചെങ്കടല് കിടന്നതാ. കൊരിന്ത്യലേഖനം പഠിക്കുമ്പോൾ ചെങ്കടല് സ്നാനത്തിന് തഴലാ. കൊരിന്ത്യലേഖനം 10-ാം അധ്യായത്തിന്റെ 1 മുതൽ വായിച്ച് അറിവുള്ള വാക്യമെങ്കിലും വായിച്ചോ. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 10-ാം അധ്യായത്തിന്റെ 1 മുതൽ വായിച്ചു. സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാർ എല്ലാവരും മേഘത്തിന് കീഴിലായിരുന്നു. എല്ലാവരും സമുദ്രത്തിലൂടെ കടന്ന് എല്ലാവരും മേഘത്തിനും സമുദ്രത്തിനും സകല ആൾക്കാർ സ്നാനപ്പെട്ടു. ആരാ? ഇസ്രായേൽ മക്കള്. ജ്ഞാനപ്പെടുമ്പോൾ ഇസ്രായേൽ മക്കൾ സ്നാനപ്പെടുന്ന കണ്ടുകൊണ്ട് മിസ്രയീമിനും സ്നാനപ്പെട്ടു. മറ്റവര് സ്നാനപ്പെട്ട് പൊങ്ങി അക്കരെ കയറി, മറ്റവര് മുങ്ങി. ഒരു വാക്യം വായിച്ച എബ്രായർ 11:29. അതിനകത്ത് നാമത്തിന് എന്റെ ഒങ്ങാക്കി പിടിക്കുകയല്ലോ. 11:29. വിശ്വാസത്താൽ അവർക്കറിയില്ലെന്ന പോലെ ചെങ്കടലിൽ കൂടി കടന്നു. ഇങ്ങോട്ട് നോക്കിയ സഹോദരി, വിശ്വാസത്താൽ അവർക്കറിയില്ലെന്ന പോലെ ചെങ്കടലിൽ കൂടി. ചെങ്കടൽ സ്നാനമാണ് കൊരിന്ത്യലേഖനത്തിൽ വായിച്ചത്. അപ്പൊ ഈ സ്നാനം എന്തോ സ്നാനമാ? എന്തോ സ്നാനമാണ്. ഒന്നുകൂടെ വാക്യം വായിച്ചേ. വിശ്വാസത്താൽ രണ്ടുപേരോട് തന്നെ പറയുന്നത്, ഞാനല്ലേ വാക്യം പറഞ്ഞത്. വിശ്വാസത്താൽ അവൻ നന്നായിട്ട് വായിക്കും. വിശ്വാസത്താൽ അവർ കരയിൽ എന്ന പോലെ ചെങ്കടലിൽ കൂടി കടന്നു. വിശ്വാസത്താൽ അവർ കരയിൽ എന്ന പോലെ ചെങ്കടലിൽ കൂടി കടന്നു. കൊരിന്ത്യലേഖനം 10 വായിക്കുന്ന ചെങ്കടൽ എന്തിനെ കാണിക്കുന്നതാ? സ്നാനം. അപ്പൊ ഈ സ്നാനം എങ്ങനത്തെ സ്നാനമാണ്? ഉറക്കെ പറ. വിശ്വാസത്താൽ. നമ്മുടെ സ്നാനം വിശ്വാസ സ്നാനമാണ്. നമ്മുടെ അല്ല, വേദപുസ്തകത്തില് ചില ആൾക്കാർ ധരിച്ചു വെച്ചത് പെന്തിക്കോസുകാർ കണ്ടുപിടിച്ചത്. എടാ പൊട്ടാ, ഇത് പെന്തിക്കോസുകാർ കണ്ടുപിടിച്ച സ്നാനമല്ല, ഇത് ദൈവം വെച്ചതാ. പിള്ളേരെ
മുക്കാൻ വേറെ പുസ്തകത്തിൽ അല്ല മുക്കുന്നില്ലല്ലോ, കൊടയാന്നില്ല. സ്നാനപ്പെടും. അതെ, സ്നാനപ്പെടുത്താൻ പോവുക. എന്നാ ഇതിന് പാട്ട് കേൾക്കുന്നതിന്റെ സ്നാനമോ ജഡത്തിന്റെ അഴുക്ക് കളയാനല്ല, ദൈവത്തോട് നല്ല മനസാക്ഷിക്കാം. ഇത് പെന്തിക്കോസുകാർ ഇതിനകത്ത് എഴുതി ചേർത്തതല്ല. എടാ, പെന്തിക്കോസുകാരുടെ ഈ പുസ്തകം കിട്ടുന്നതിന് മുന്നേ നിങ്ങളുടെ ഈ പുസ്തകം കിട്ടിയതല്ലേ? പിന്നെ ഇത് വിവരമുള്ള ആൾക്കാര് നോട്ടറി മുങ്ങിയേച്ച് നിൽക്കുക. അവരെ പിന്നെ അതെല്ലാം ഇട്ടച്ചെങ്ങനെ വരുന്നെന്നോർത്ത് അത് നോക്കുമ്പോ മാളിക വീടുകൾ ഗോപുരങ്ങൾ മേളമേഴുന്ന ദേവാലയങ്ങൾ. അതായത് വരാതെ സാധനപ്പെട്ട ചാൻ നിൽക്കുന്നത് ഇങ്ങോട്ട് വരാത്തതിന്റെ കാര്യമായി പറഞ്ഞത്. മാളിക വീടുകൾ ഗോപുരങ്ങൾ മേളമേഴുന്ന ദേവാലയങ്ങൾ കോളേജുകളോട്ടു യൂണിവേഴ്സിറ്റി. അവർക്ക് കോളേജും ഒക്കെ ഉണ്ട്. കോളേജ് ഉണ്ടെന്ന് പറഞ്ഞു. കോളേജുകളോട്ടും യൂണിവേഴ്സിറ്റിയും ഒക്കെ ഉണ്ട് അവർക്ക്. അതായി വരാത്തത്. അവർക്കറിയാം സ്നാനം ഇത് ശരി, ഇതാ ശരിയായ സ്നാനം, ഇതാ സത്യമെന്ന്. ആ കോളേജിലെ പ്രിൻസിപ്പൾ വരെ സ്നാനപ്പെട്ടിരിക്കുക. സത്യമാണെന്ന് അവർക്കറിയാം. ഗേറ്റിൽ നിങ്ങൾ നിൽക്കുന്നവൻ എന്നോട് എടുത്ത ഞാൻ മുങ്ങിയതാണ്. സത്യം അവർക്കറിയാം സത്യമാണ്. അപ്പൊ വരാതിരിക്കുന്നതിന്റെ കാര്യം ഇതൊക്കെയാ. നമുക്കാണ് ചെറ്റപ്പരയാ, നല്ല വീട് പോലും ഇല്ല. അവർക്കൊക്കെ വലിയ മാളിക വീടുകളും ഗോപുരവും മേളമേടുന്ന ദേവാലയങ്ങൾ, വലിയ പള്ളിയൊക്കെ, പള്ളിയും പത്രാസം പ്രൗഢി. നമുക്കാണ് ഒരു ചായ്പ, അതിനകത്ത് ഇരിക്കാനും വില പോഞ്ഞിട്ടാന്ന് ഷീറ്റിന്റെ ചൂടെല്ലാം കൂടെ അടിച്ച് മഞ്ഞം കിടന്ന്. അതാണ് വലിയ മാളിക വീടുകൾ ഗോപുരങ്ങൾ മേളമേഴുന്ന ദേവാലയങ്ങൾ കോളേജുകളോട് യൂണിവേഴ്സിറ്റിയും കോളേജുകളോട് യൂണിവേഴ്സിറ്റി ഏതുമേ നോക്കാതെ ഓരികനായി, ഏതുമേ നോക്കാതെ ഓരികനായി. അപ്പൊ ശ്രദ്ധിക്കുക, ഇതൊന്നും നോക്കരുതെന്നായി പറഞ്ഞത്. പിന്നെ വേറെ ഉണ്ട്, ഇങ്ങോട്ട് വിട്ടുപോകാൻ തന്നെ തടസ്സം. ബാങ്കുകൾ, ചിട്ടികൾ, കമ്പനികൾ, തീങ്ക് ചെയ്യും കള്ളി ക്ഷോടതികൾ. തീങ്ക് ചെയ്യുക, നശിപ്പിക്കുക. ക്ഷോടതി ലോട്ടറിയാ, ലോട്ടറി നശിപ്പിക്കുന്നതാ. എടുത്തു വെച്ച് ബൈബിളിനകത്ത് വെച്ച് അടിക്കണേ എന്ന് പറഞ്ഞിരിക്കുന്നത്. സ്വത്രാഴ്ച ഇടാൻ കൊണ്ടുവന്ന പൈസയാ. അത് മേടിച്ച് നമ്പരുമൊക്കെ നോക്കി പ്രാർത്ഥിച്ചു. സ്തോത്രം നല്ല നമ്പരാണ്. എൻ്റെ ഭാര്യയെ കാണിച്ചു, നല്ല നമ്പരാ, സ്തോത്രം. അവരെ ഒന്നൊരു സ്തോത്രം പറയുകയല്ല. എന്നുവെച്ച് ബൈബിളിനകത്ത് 91 സങ്കീർത്തനം അവിടെ. അതാകുമ്പോൾ അടിക്കുന്ന സങ്കീർത്തനാണ് കേട്ടോ. എന്നെ പാട്ട് പിടിച്ച് ദൈവത്തിന് മഹത്വം. ഇത് നശിപ്പിക്കുന്നതാ ലോട്ടറി. തിങ്ക് ചെയ്യും കള്ളി ക്ഷോടതികൾ, ജിംനേഷ്യമോടാത്ത നാടകശാലകൾ, ജിംനേഷ്യമോടാത്ത നാടകശാലകൾ എന്നിവയോർത്തു നീ താമസിച്ചിടല്ലേ. ജാലോമിയെ വരികന്റെ പ്രിയേ, ലോക സുന്ദരിയേ. വേഷവിശേഷങ്ങളാഭരണം. അതായി വരാത്ത ആൾക്കാർ ഇരുത്തി വരെ മോളിച്ച വേഷവിശേഷം, വേഷവും വിശേഷവും. എന്നും വിശേഷമല്ലേ ഇല്ലേ? എന്നും. നാളെ ഒരു വിശേഷമാണ്. പിള്ളേർക്കെല്ലാം അവധിയാ. ഓ, ഞങ്ങളുടെ അവധിയായത്.
വിശേഷം. ഇതൊക്കെയാണ് ആൾക്കാർ വിട്ടുപോരാൻ മടിക്കുന്നതേ. ഇവിടെ വരുമ്പോൾ ഒരു വിശേഷം ആ കൂടെ നമുക്കുള്ളത് വർഷത്തിലൊരു കൺവെൻഷനാണ്. എല്ലാം നമുക്ക് വിചാരിക്കും. അതും എത്ര തീരുമാനം എടുത്ത ഡേറ്റ്. അപ്പൊ അവർക്ക് ഒത്തിരി ചടങ്ങുകളുണ്ടേ. ആഭരണം അതൊരു വിഷയമാണ്. ഇപ്പൊ അതുകൊണ്ട് നമ്മുടെ ഉപദേശിമാരും പറയുന്നുണ്ട് ഇടുന്നോണ്ട് കുഴപ്പമൊന്നും. കുറെ വട്ടന്മാരിറങ്ങിയിട്ടുണ്ട്. കുഴപ്പം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഇല്ലെന്ന് പറയുന്നവരുണ്ടെന്ന് ഈ ഏരിയയിലും ഒക്കെ ഉണ്ട് ഇല്ലേ? സ്തോത്രം. വേഷവിശേഷങ്ങളാഭരണം ജാതികൾക്കുള്ള ദുരാചരണം. ആ പാട്ട് തന്നെ മതി മെസ്സേജാണ്. വേഷവിശേഷങ്ങളാഭരണം ജാതികൾക്കുള്ള ദുരാചരണം ദൂരീകരിക്കാനിൻ സോദരപൂരണം ദൂരീകരിക്കാനിൻ സോദരപൂരണം. അപ്പൊ ഇതെല്ലാം ദൂരീകരിക്കണം. അപ്പൊ പലർക്കും അറിയാം ഇതാ സത്യം. ഏത്? ഈ മുടികൾ സ്നാനമാ ശരിയെന്ന്. മുടികൾ സ്നാനം എന്ന് പറഞ്ഞാൽ അത്ര ഒക്കത്തില്ല. വിശ്വാസ സ്നാനം. നമ്മുടെ സ്നാനം അല്ല നമ്മുടെ എന്നുള്ളത് ഞാൻ വേദപുസ്തകത്തിന്റെ ഉപദേശത്തിൽ പറയുക. അവൻ വേദപുസ്തകത്തിലെ ദൈവം വെച്ച പ്രമാണപ്രകാരമുള്ള സ്നാനം വിശ്വസിക്കുന്നവരെ മുക്കണം. അല്ലാ ഷണ്ണനോട് ഫിലിപ്പോസ് ചോദിച്ചു വിശ്വസിക്കുന്നോ? വിശ്വസിക്കുന്നു. മർക്കോസ് 16 വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തണമെന്ന്. വിശ്വസിക്കുന്നവരാൽ അവരുടെ വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ. ഇതൊക്കെ ഞാൻ വേറെ പുസ്തകം പറയും. ഇത് ബെന്തിക്കോസുകാർ എഴുതി വെച്ചതല്ല, ബെന്തിക്കോസുകാരുടെ അല്ല, ഇത് ദൈവം വെച്ച വ്യവസ്ഥയാണ്. അപ്പോൾ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടെന്ന് രണ്ടാമത് എഴുതാൻ കാര്യം ഇവരെല്ലാവരും സ്നാനപ്പെട്ടവരാണ്. സകല എണ്ണവും സ്നാനമേ യേശുവിനോട് ചേരുവാനാ, യേശുവിനെ ധരിക്കുവാനാ, അവിടുത്തെ മരണ അടക്ക പുനരുത്ഥാനത്തോട് ഏകീഭവിക്കുന്നതാ സ്നാനം. സ്നാനപ്പെടുമ്പം വെള്ളം സാക്ഷി പറയും. യോഹന്നാന്റെ ലേഖനത്തിൽ അങ്ങനെ സാക്ഷി പറയുന്നവര് 3 പേരാ. ആരൊക്കെ? എവിടാ? യോഹന്നാന്റെ 1-ാം ലേഖനം 5-ാം അധ്യായത്തിന്റെ എത്രാം വാക്യ? സാക്ഷ്യം പറയുന്നവർ 3 ഉണ്ട്. ആത്മാവ്, ജലം, രക്തം. ഈ 3ന്റെയും സാക്ഷ്യം ഒന്ന് തന്നെ. ഭൂമിയിൽ 3 സാക്ഷ്യം പറപ്പതോർത്താൽ ഭൂമിയിൽ 3 സാക്ഷ്യം പറപ്പതോർത്താൽ ആത്മാവു വെള്ളമതും പിന്നീട് ശോണിതവും ആത്മാവു വെള്ളമതും പിന്നീട് നിതവും ഇവയിൽ വെള്ളമത്രേ സാക്ഷ്യം വാങ്ങിപ്പതി സമയേ ഇവയിൽ വെള്ളമത്രേ സാക്ഷ്യം വാങ്ങിപ്പതി സമയം. അപ്പം വെള്ളം സാക്ഷി പറയും. ദൈവത്തിന് മഹത്വം. അപ്പൊ മിസ്രയീമിൽ പുറപ്പെട്ടത് എഴുതാനുള്ളതിന്റെ 2ാമത്തെ കാര്യം ഇവര് സ്നാനപ്പെട്ടവരാ. അങ്ങനെയെങ്കിൽ വിശദീകരിക്കുന്നില്ല. അവൻ സ്നാനപ്പെട്ട് മറുകര കയറിയ ദൈവജനത്തിന് ആവിചാരം പറ്റത്തില്ല. ആർക്കാ ആവിചാരം പറ്റാത്ത? 1 രക്ഷിക്കപ്പെട്ടവൻ ആവിചാരം പറ്റത്തില്ല. 2 വെള്ളത്തിൽ മുങ്ങി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനപ്പെട്ടവൻ ആവിചാരം പറ്റത്തില്ല. സ്തോത്രം. എല്ലാം വിവരിക്കുന്നില്ല. ഇനി നമുക്ക് എപ്പോഴായോ സമയമായിരിക്കും. മതി. ഗുണവാനാന്ന ഇതൊക്കെ മതി. 5 മിനിറ്റ് കിട്ടുന്നു. 9:45. ആവിചാരം ഒരു 5 മിനിറ്റ് കൊണ്ട് നിർത്താം. വിശദീകരിക്കുന്നില്ല, കാര്യം പറഞ്ഞെങ്കിൽ വിട്ടേക്കാം. 1 ആവിചാരം പറ്റാത്തതിന്റെ 1ാമത്തെ കാര്യം രക്ഷിക്കപ്പെട്ടവരാ. 2 സ്നാനപ്പെട്ടവരാ.
മൂന്ന് ആഭിചാരം, ഞാൻ ആ ഭാഗത്ത് നിന്നാണ് സംസാരിക്കുന്നത്. മൂന്ന് ആഭിചാരം പറ്റാത്തതിന്റെ കാര്യം 24-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം ഒന്ന് വായിച്ചു. അവന്റെ തൊട്ടികളിൽ നിന്നും വെള്ളം ഒഴുകുന്നു. മതി. അവന്റെ തൊട്ടികളിൽ നിന്ന് വെള്ളം ഒഴുകുന്നു. അങ്ങനെ തൊട്ടിയിൽ നിന്ന് വെള്ളം ഒഴുകുന്നവന് ആഭിചാരം പറ്റത്തില്ല. യോഹന്നാൻ 7:38 മനപ്പാഠമാണല്ലോ. ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് പറയുക, എന്നിൽ വിശ്വസിക്കുന്നതിന്റെ ഉള്ളിൽ നിന്ന്, തിരുവെടുത്ത് പറയുന്നത് പോലെ ആയിക്കേ. ഉത്സവത്തിന്റെ മഹാദിവസമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട്, ദാഹിക്കുന്നവനെല്ലാം എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകുമെന്ന്. 24-7 വായിച്ചത് അവന്റെ തൊട്ടികളിൽ നിന്ന്, ഹൃദയമാകുന്ന തൊട്ടികളിൽ നിന്ന് ഈ വെള്ളം ഒഴുകണം, ആത്മാവിന്റെ വെള്ളം. ജലാജയമേ കൃപാകരം ദേവകുമാര ദേവ കൃപാകരം. ഓ, അതും ചിരണ്ടില്ല കുറച്ച്. ജലാജയമേ കൃപാകരം ദേവകുമാര ദേവ കൃപാകരം ദേവകുമാര ദേവ കൃപാകരം ദേവകുമാര ദേവ. അപ്പൊ ശ്രദ്ധിക്കുക, ഈ ഹൃദയമാകുന്ന തൊട്ടിയിൽ നിന്ന് ഈ വെള്ളം ഒഴുകണം. ഈ വെള്ളം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. വിശ്വസിക്കുന്നതിന്റെ ഉള്ളിൽ നിന്ന് ഇത് ഒഴുകണം. അത് തിരുവെഴുത്ത് പറയുന്നത് പോലെ ഒഴുകണം. എസ്കേൽ 47 ഒക്കെ എടുക്കേണ്ടത് ആ ഭാഗത്തേക്ക് പോകുന്നില്ല. ഉൽപ്പത്തി 2 എടുക്കണം. തോട്ടം നനയ്ക്കാൻ നദി, ഈ വെള്ളം, ദൈവത്തിന്റെ നദിയിൽ വെള്ളം നിറഞ്ഞിരിക്കുന്നു. തിരുവെടുത്ത് പഠിപ്പിക്കുന്ന ഒരു നദിയുണ്ട്, അതിന്റെ തോടുകൾ ദൈവനഗരത്തെ, അത്യുന്നതന്റെ വിശുദ്ധ നിവാസത്തെ സന്തോഷിപ്പിക്കുന്നു. ഇന്ന് രാത്രിയിൽ ആഭിചാരം പറ്റാത്തത് പരിശുദ്ധാത്മാവിന്റെ നിറവിൽ അഭിഷേകം പ്രാപിച്ച് ഉള്ളിൽ നിന്ന് തിരുവെടുത്ത് പറയും പോലെ ജീവജലത്തിന് നദി ഒഴുകുന്ന ദൈവത്തിന്റെ പൈതലിന് ഒരു ആഭിചാരവും പറ്റുകയില്ല. രക്ഷിക്കപ്പെടുന്ന ദൈവത്തിന് ആഭിചാരം പറ്റത്തില്ല. സ്നാനപ്പെട്ട് നാമം ചേരുന്ന ദൈവമക്കൾക്ക് ആഭിചാരം പറ്റത്തില്ല. അഭിഷേകം പ്രാപിച്ച് ആത്മനിറവിൽ ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കൾക്ക് ഒരു ആഭിചാരവും പറ്റത്തില്ല. ഓടിച്ച് അവസാനിപ്പിക്കും. ആഭിചാരം പറ്റാത്തതിന്റെ 4-ാമത്തെ കാര്യം 23-ന്റെ 9-10 വായിച്ച്. 23-ന്റെ 9-10. ശിലാഗ്രഹങ്ങളിൽ നിന്ന് ഞാൻ അവനെ കാണുന്നു, ഗിരികളിൽ നിന്ന് ഞാൻ അവനെ ദർശിക്കുന്നു. ഇതാ തനിച്ച് പാർക്കുന്ന ജനം ജാതിയുടെ കൂട്ടത്തിൽ ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നില്ല. തനിച്ച് പാർക്കുന്ന ജനം ജാതികളുടെ കൂട്ടത്തിൽ. ഇത് വേർപാടിനെ കാണിക്കുന്നതാണ്. ബലിയെ നോക്കിയിട്ട് പറയുക, ഇതാ തനിച്ച് പാർക്കുന്ന ജനം സെപ്പറേറ്റാ. വേർപാട് പാലിക്കുന്ന ദൈവമക്കൾക്ക് ഒരു ആഭിചാരവും പറ്റത്തില്ല. ഇത് സകല ഗുണ്ടാമണ്ടിക്കകത്ത് ചെന്ന് തലയിടും. കേസിനകത്തും പോകും. ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കൾ വേർപാട് പാലിക്കണം. ലോകത്തിന്റെ മാലിന്യമൊന്നും നമ്മെ കയറി പിടിക്കരുത്. ഒരു വാക്യം വായിച്ചു വിട്ടേക്കാം, വിശദീകരിക്കാനൊക്കത്തില്ല, കൺവെൻഷൻ ആയതുകൊണ്ടാണ്. വേർപാട് പാലിക്കാൻ കർക്കശ ഉപദേശമുണ്ട്. അതിന് ദൈവം ഇസ്രായേലിന് കൊടുത്ത പ്രമാണം ലേവ്യ 18-ന്റെ 1 വായിച്ചേ. 18-ന്റെ 1 പെട്ടെന്ന് വായിച്ചേ. ലേവ്യ പുസ്തകം 18-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം വായിച്ചേ. യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത്, നീ ഇസ്രായേൽ മക്കളോട് പറയുന്നത് എന്തെന്നാ, ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു. നിങ്ങൾ പാർത്തിരുന്ന മിസ്രയീം ദേശത്തിലെ നടപ്പ് പോലെ നിങ്ങൾ നടക്കരുത്. ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്ന കനാൻ ദേശത്തിലെ നടപ്പ് പോലെ. ഈ രണ്ട് നടപ്പും പാടില്ല. ഇത് വേർപാടിനെ കാണിക്കുന്നതാണ്. മിസ്രയീമിനെ വിട്ടുപോകുന്നില്ല. മിസ്രയീമിലെ നടപ്പ്
പാടില്ല. കനാനിൽ ചെല്ലുമ്പോൾ അവിടുത്തെ നടപ്പും പാടില്ല. രണ്ട് സ്ഥലത്തെ നടപ്പ് പാടില്ല. നിങ്ങൾ പ്രത്യേക സമ്പത്താണ്, നിങ്ങൾ പ്രത്യേക ജനമാണ്, നിങ്ങൾക്ക് ഞാൻ പ്രത്യേക പ്രമാണമാ തരുന്നത്. അടുത്ത വാക്യം, അവരുടെ മര്യാദ ആചരിക്കരുത്. അവർക്ക് ഒത്തിരി മര്യാദകളുണ്ട്. ഈ ലോകത്തിന്റെ കാലഗതി അനുസരിച്ചൊക്കെ ആൾക്കാർ പോകും. ഒന്ന് രണ്ട് ഉദാഹരണം വേണേ പറയാം. രക്ഷിക്കപ്പെടാത്ത പലരും നാള് നോക്കും. രക്ഷിക്കപ്പെടാത്തവര് അശ്വതി, ഭരണി, കാർത്തിക, മകയിരട്ടിലെ നാളുകളുണ്ട്. അത്തം, ചിത്തിര, ജ്യോതി, വിശാഖം, വനിടൊക്കെ നോക്കുന്നവരുണ്ട്. വിവാഹമൊക്കെ നടക്കുമ്പോൾ ഒരു നാള് നോക്കും. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് തിരുമേശി എടുക്കുന്ന ദൈവമക്കൾക്ക് ഇത് പാടില്ല. അവര് നോക്കിക്കോട്ടെ, പക്ഷെ നിന്റെ പ്രമാണം വേറെയാ. അന്നേരം നീ ഇരുന്ന് പറയാ ഞങ്ങളുടെ മേഴ്സിയുടെ ആയില്ലേ മക കേട്ടോ, ആന്നോ ബ്ലസ്സിയുടെത് മകമാ, അതില്ലേ വെച്ചടി കയറ്റം. മകൻ പറഞ്ഞ മങ്കയെ കാലത്തൊന്ന് തുറന്നിരുന്നാ മതി. അവരെ നോക്കട്ടെ, രക്ഷിക്കപ്പെടാത്തവർ നോക്കിക്കോട്ടെ, നമ്മളവരെ നിയന്ത്രിക്കണ്ട. പക്ഷെ ഇവിടെ വന്ന് തിരുമേശി എടുക്കുന്ന നീയ ഇത് പാടില്ല. പിന്നെ ഞാനെപ്പോഴും പറയും നമുക്ക് അങ്ങനെയുള്ള നാളൊന്നും നോക്കത്തില്ല. പക്ഷെ നമ്മളിപ്പം വേറൊരു നാള് നോക്കുന്നുണ്ട്. ഏതാ മോനെ നമ്മൾ നാളെ നോക്കുന്ന നാളെ ഏതാ മോനെ? അറിയത്തില്ല. ഏതാന്ന് ഞാൻ പറയട്ടെ? പറയട്ടെ. ആ നാളും നാഴികയും ഞാൻ നോക്കി, ആ നാളും നാഴികയും ഞാൻ നോക്കി, സിയോൻ മണവാളൻ കാന്തനായി വന്നിടുവാൻ കാലങ്ങൾ എത്ര കാത്തിടേണമോ. സിയോൻ മണവാളൻ കാന്തനായി വന്നിടുവാൻ കാലങ്ങൾ എത്ര കാത്തിടേണം. ആ നാളും നാഴികയും ഞാൻ നോക്കി, ആ നാളും നാഴികയും ഞാൻ നോക്കി. വേർപെട്ട ദൈവമക്കൾ നോക്കുന്ന നാളിതാ. നമുക്ക് ലഭിച്ചിരിക്കുന്ന നാള് ഭാഗ്യനാളാ. മേരി കൊച്ചമ്മ കുഞ്ഞോളച്ചമ്മ കണ്ടു പറയുന്ന ഭാഗ്യനാള്. ആ ഭാഗ്യനാള് ലഭിച്ച ആൾക്കാര് ഇനി നോക്കിയിരിക്കുന്ന ഒറ്റ നാളുകൾ നമ്മുടെ കർത്താവിന്റെ നാളാണ്. അതിനിടയ്ക്ക് വേറെ നാളൊന്നും നോക്കാൻ നീ പോകരുത്. നോക്കുന്നവര് നോക്കട്ടെ. പ്രമാണമുള്ള നീ പോകരുത്. മിസ്രയീമിലെ നടപ്പും പാടില്ല, കനാനിലെ നടപ്പും മര്യാദയൊന്നും പാടില്ല. നിങ്ങൾ വേർപെട്ട ദൈവമക്കളാണ്. അപ്പൊ വേർപാട് പാലിക്കുന്ന ദൈവമക്കൾക്ക് ഒരാവിചാരവും പറ്റത്തില്ല. ഞാന് എന്റെ വാക്ക് നിർത്താൻ പോവാ. വേണ്ട വേറെ പുസ്തകം ശൂപാർശല്യം കൊടുക്കുക. അല്ലെ നിങ്ങൾ ഓർക്കാതിരിക്കുന്നത് കൊണ്ടാ പുള്ളിക്ക് ഇളക്ക വന്നു. സ്തോത്രം എല്ലാം കൊടുത്തു. വേണ്ട വാച്ചും കൊടുത്തു. നടത്തുക. ആവിചാരം പറ്റാത്തതിന്റെ ഒന്നാമത്തെ കാര്യം രക്ഷിക്കപ്പെട്ടവരായിരിക്കണം. 2 സ്നാനപ്പെട്ടവരായിരിക്കണം. 3 അഭിഷേകം പ്രാപിക്കണം. 4 വേർപാട് പാലിക്കണം. പ്രസംഗത്തിന് അതിനൊരു പൂർത്തീകരണം വരുത്തണമെങ്കിൽ ഇന്ന് ലാസ്റ്റ് ദിവസമല്ലേ, ഒരു കാര്യവും കൂടെ പറയാൻ ഒക്കത്തില്ല. അത് വായിച്ച് പറഞ്ഞങ്ങ് നിർത്താം. 24:17 വായിച്ചേ. ഓ തുപ്പല തൊട്ട് നിൽക്കുന്ന പെട്ടെന്ന് വായില്ലേ. ഞാൻ അവനെ കാണും, ഇപ്പോഴല്ലേ താനോ, ഞാൻ അവനെ ദർശിക്കും, അടുത്തല്ലേ താനോ. യാക്കോബിൽ നിന്ന് ഒരു നക്ഷത്രം ഉദിക്കും, ഇസ്രായേലിൽ നിന്ന് ഒരു ചെങ്കോൽ ഉയരും. അത് എല്ലാ ഭാഗവും വിവരിക്കാൻ ഒക്കത്തില്ല. ഞാൻ അവനെ കാണും, അവനെ ദർശിക്കും. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അവനെ താൻ ഇരിക്കുമ്പോൾ നമ്മൾ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാർ ആകും എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു വീണ്ടും വരും. എന്തിന്? തിരുസഭയെ ചേർക്കാൻ. എന്തിനാ? സ്വർഗത്തിൽ കൊണ്ടുപോകാൻ. എന്തിനാ? ന്യായവിധി നടത്താൻ. ദൈവമക്കൾക്ക് ന്യായവിധിയുണ്ട്. അത് കഴിഞ്ഞ് പ്രതിഫലം തരാൻ. അലങ്കാര ഭാഷയിലാ കുഞ്ഞാട്ടിന്റെ കല്യാണം. ആ കല്യാണത്തിന് പങ്കുകൊള്ളണം. നമ്മൾ മണവാട്ടി പദമാണ്. സ്തോത്രം. കോഴിമാരൊക്കെ ഒത്തിരി ഉണ്ട്. അങ്ങനല്ലയോ? ചിത്രത്തയ്യലുള്ള വസ്ത്രമൊക്കെ
ഈ ചിത്രത്തിലുള്ള വസ്ത്രമൊന്നും വേണ്ടായോ. അന്തപുരത്തിലെ രാജ്ഞി ചന്തമേറും ശോഭാമൂലം, അന്തപുരത്തിലെ രാജ്ഞി ചന്തമേറും ശോഭാമൂലം, അന്തപുരത്തിലെ രാജ്ഞി ചന്തമേറും ശോഭമൂലം, അന്തപുരത്തിലെ രാജ്ഞി ചന്തമേറും ശോഭമൂലം, എന്തു പരിപൂർണ്ണ അണിയും വസ്ത്രം പൊൻകസവ് കൊണ്ടു നെയ്തതാ, എന്തു പരിപൂർണ്ണ അണിയും വസ്ത്രം പൊൻകസവ് കൊണ്ടു നെയ്തതാ. ശ്രദ്ധിക്കുക, നാം സന്തോഷിച്ചുല്ലസിച്ചവന് മഹത്വം കൊടുക്കുക. കുഞ്ഞാടിന്റെ കല്യാണവും വന്നിരിക്കുന്നു. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, കർത്താവിന്റെ വരവനായി നോക്കി പാർക്കുന്ന വിശുദ്ധന്മാർക്ക് ഒരാവിചാരവും പറ്റത്തില്ല. ദൈവത്തിന്റെ മഹത്വം. അങ്ങനെ നോക്കി പാർക്കുന്ന വിശുദ്ധന്മാർ അവൻ സ്തോത്രം വാട്ടം കറ ചുളുക്കം മാലിന്യമൊന്നുമില്ലാതെ അവൻ വിശുദ്ധിയോടെ വിശ്വസ്തയോടെ പരമാർത്ഥ മനസ്സോടെ ദൈവത്തെ ആരാധിച്ച് ജീവിക്കുന്ന ദൈവത്തിന്റെ പൈതലിന് ഒരാവിചാരവും പറ്റത്തില്ല. ആവിചാരം യാക്കോബിന് പറ്റത്തില്ല. 5 കാര്യമാണ് ഉറപ്പിച്ചത്. 1, രക്ഷിക്കപ്പെട്ടവൻ ആവിചാരം പറ്റത്തില്ല. 2, സ്നാനപ്പെട്ടവൻ ആവിചാരം പറ്റത്തില്ല. 3, അഭിഷേകം പ്രാപിച്ചവൻ ആവിചാരം പറ്റത്തില്ല. 4, വേർപാട് പാലിക്കുന്നവർക്ക് ആവിചാരം പറ്റത്തില്ല. 5, അവൻ യേശു ക്രിസ്തുവിനെ എതിരേൽക്കുവാൻ അവൻ കർത്താവിന്റെ വരവിനായി നോക്കി പാർക്കുന്ന വിശുദ്ധന്മാർക്ക് ആവിചാരം ഏക്കത്തില്ല. ഇന്ന് രാത്രി ഈ അനുഭവത്തിൽ വരാത്ത ആരെങ്കിലും ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നെങ്കിൽ ദൈവം നിനക്ക് നല്ല അവസരം തരിക. ഇത് രക്ഷാദിവസം, സുപ്രസാദ കാലം. തട്ടിക്കളയരുത്, അലക്ഷ്യമാക്കി കളയരുത്. ഇന്ന് രാത്രി യേശുവിനെ ഉള്ളത്തിൽ ഏറ്റെടുത്ത് മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് വേർപാട് പാലിച്ച് കർത്താവിന്റെ വരവിനായി നോക്കി പാർക്കുവാൻ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ഏവർക്കും ദൈവം കൃപ നൽകട്ടെ എന്ന് ആശീർവദിച്ചും പ്രാർത്ഥിച്ചും എൻ്റെ വാക്കിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ക്ഷണിച്ച കർത്തദാസനും ഇതുവരെ എന്നെ കേട്ടിരുന്ന ബഹുമാന്യരായ എല്ലാ മാതാപിതാക്കളും വാത്സല്യ കുഞ്ഞുങ്ങളും ഗായക സംഘം എല്ലാവരും ദൂരത്തും ചാരത്തുമൊക്കെ ശ്രദ്ധിച്ച ഏവർക്കും ഒരിക്കൽ കൂടെ നന്ദി ചൊല്ലുന്നു. കർത്താവിന്റെ വരവിനായിട്ടൊരുങ്ങ. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ആ പഴയ പാട്ടിന്റെ 4 വരി നമുക്ക് കൈയടിച്ചങ്ങ് പാടാം. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്നു. ഇറങ്ങി പോകരുത്. ഇറങ്ങിപ്പോയാൽ ഞാൻ പേര് പറയും. അപ്പം നിന്നോണ്ട് പാടിയാ മതി. കർത്താവ് തങ്കൻ പിതാനാഥത്തോടും പ്രധാന ദൈവ ദൂതശാസ്ത്രത്തോടും കർത്താവ് തങ്കൻ കൈയടിച്ച് ദൂതശാസ്ത്രത്തോടും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിടുമ്പോൾ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിടുമ്പോൾ